Please welcome, sir. Good evening, all. Cracking your IT career and its unconventional ways. അതാണ് ഇന്നിവിടെ ഹാൻഡിൽ ചെയ്യപ്പെടാൻ പോകുന്ന സെഷൻ. IT എക്കാലവും ഒരു ഹോട്ട് ബൂമിങ് കരിയറാണ്. അതായത് ഇത്രമാത്രം ഒരു മേഖലയിലേക്ക് മറ്റ് മേഖലയിൽ നിന്നുള്ള ഒരാൾ കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന മേഖല വേറെയില്ല. കാരണം ഇന്നത്തെ ലോകം അറിയാലോ, ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിന് ശേഷം കുറച്ച് നേരത്തെ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു AI കുറിച്ച്. അതൊക്കെ തന്നെ ഒരു കാരണമാണ് എന്തിനും നമുക്ക് IT ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം. ഏതൊരു ജോലിയും IT ഭാഗമാകുന്ന ഒരു കാലഘട്ടം. അവിടെ IT ഒരു കരിയറിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ എന്നെക്കുറിച്ച് ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. My name is Muhammad Nadeem. I'm a site reliability engineer at IBM Labs. എൻ്റെ എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ഞാൻ മൾട്ടി ഡിസിപ്ലിൻഡ് ആണ്. നിങ്ങൾക്കും കൂടിയിട്ട് ഇത് സാധ്യമാകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് അങ്ങനെയൊരു എഡ്യൂക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എനിവേയ്സ്, നമുക്ക് നമ്മുടെ സെഷനിലോട്ടേക്ക് കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റയർ സെഷനെ 3 പാർട്സിലേക്ക് മാറ്റുകയാണ്. അതായത് ഒന്ന്, ഒരു IT കരിയറിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, വാട്ട്സ് ഇറ്റ് ലൈക്ക് ടു ഹാവ് ആൻ IT കരിയർ. അതുപോലെ തന്നെ രണ്ടാമത്, അങ്ങനെ ഒരു കരിയറിലോട്ടേക്ക് വേണ്ടി വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സത്യത്തിൽ അങ്ങനെയൊരു കാര്യം വേണോ, എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിരിക്കണോ എന്നുള്ളൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്യും. ആൻഡ് ലാസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരാമർശിക്കും എങ്ങനെ നമുക്കൊരു IT കമ്പനിയിൽ കയറി പറ്റാം. അപ്പം അതോടെ നമ്മൾ നമ്മുടെ സെഷൻ ക്ലോസ് ചെയ്യും. സോ വാട്ട്സ് ഇറ്റ് ലൈക്ക് ടു ഹാവ് ആൻ IT കരിയർ. IT എന്ന് പറയുന്നത് കുറേ കൂടെ ബ്രോഡ് ടോപ്പിക്കാണ്. നിങ്ങൾ കുറേ കൂടെ ഫെമിലിയർ ആയിരിക്കുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കുറിച്ചായിരിക്കും. ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് IT കരിയറിലെ 100 കണക്കിന് കരിയേഴ്സിൽ ഒരു കരിയർ മാത്രമാണ്. നമുക്ക് സിമിലർലി ഡെവോപ്സ് എഞ്ചിനീയർ ഉണ്ട്, ഡേറ്റാ സയൻറ്റിസ്റ്റ് ഉണ്ട്, ക്ലൗഡ് ആർക്കിടെക്റ്റ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഉണ്ട്, സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ ഉണ്ട്, റിസർച്ച് എഞ്ചിനീയേഴ്സ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആപ്പ് ഡെവലപ്പേഴ്സ് ഉണ്ട്, വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ തന്നെ സീനിയർ ലെവൽസ് ഉണ്ട്, മാനേജറിയൽ ലെവൽസ് ഉണ്ട്, കുറേ കൂടെ ഡീപ്പർ ആയിട്ടുള്ള സ്പെസിഫിക് ലെവൽസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ചേർന്ന് നമ്മൾ IT എന്ന് പറയുന്നൊരു ഹെഡിൽ കൊണ്ടുവരുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT എഞ്ചിനീയർ എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് യൂസിങ് ഡേറ്റ, യൂസിങ് കമ്പ്യൂട്ടേഴ്സ്, സോഫ്റ്റ്വെയർസ്, ഡേറ്റാബേസസ്, നെറ്റ്വർക്ക്സ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ഒരു വർക്ക് നടത്തുന്ന ഒരു എഞ്ചിനീയറിനെ നമുക്ക് വേണമെങ്കിൽ IT എഞ്ചിനീയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ കേസസിൽ നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്തിനൊക്കെയോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു ഈ പറഞ്ഞ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഒരു എഞ്ചിനീയറിനെ നമുക്ക് IT എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പൊസിഷൻസിലുള്ള എഞ്ചിനീയേഴ്സ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ IT എഞ്ചിനീയർ കുറേ കാലമായിട്ട്, ഒരു പതിറ്റാണ്ടായിട്ടുണ്ടാവും, നൂറ്റാണ്ടായിട്ടുണ്ടാവും, IT എഞ്ചിനീയേഴ്സിലോട്ടേക്ക് വലിയൊരു ഹോട്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഐറ്റിയിലുള്ള ആൾക്കാർ തന്നെ വേറെ മേഖലകളിലോട്ടേക്ക് തിരിയുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് AI പോകുന്നു. അതുപോലെ സാധാ ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ഹൈബ്രിഡ് ക്ലൗഡ്സിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ സ്വിച്ചസ് നടക്കുന്നൊരു ഫീൽഡാണ് ഈ IT. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, നമ്മളും പഠിച്ചിട്ട് ഇനിയിപ്പോൾ കാര്യമുണ്ടോ, എല്ലാവരും ചെയ്യുന്നതല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം.
നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് 2022 എക്സ്പെക്റ്റൻസിയാണ്. ആ ഗ്രാഫ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷനിൽ നിന്ന്, ആ ഡേറ്റയിൽ നിന്ന് എടുത്തതാണ്. അതായത് 2022 കഴിഞ്ഞ വർഷം നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് 4,45,000 അഡീഷണൽ എൻജിനീയേഴ്സിനെയാണ്. അതായത് ആ ഒരു വർഷം മാത്രം 2021 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് 2022 നമ്മുടെ നാട്ടിൽ IT എൻജിനീയേഴ്സ് 4.5 ലക്ഷത്തോളം വർദ്ധിക്കും എന്ന്. ആ സാഹചര്യത്തിൽ നമുക്ക് 2021-22 ടോട്ടൽ എൻജിനീയേഴ്സ് എത്ര ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ 5.1 മില്യൺ IT എൻജിനീയേഴ്സ്. IT എന്ന് പറയുന്നത് ഈ കണക്ക് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ മാത്രം വെച്ചിട്ടാണ് കേട്ടോ. IT എല്ലാം ഫീൽഡും വെച്ചിട്ടല്ല, സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിൻ്റെ മാത്രം കണക്കാണത്. 5.1 മില്യൺ എൻജിനീയേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ. കുറച്ച് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗ്ലോബൽ എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫോബ്സ്, അറിയാലോ, ഫോബ്സ് പ്രസിദ്ധീകരിച്ച ഒരു കണക്കാണ്. അതായത് 2025 വെസ്റ്റേൺ കൺട്രീസിൽ, നമുക്ക് US എടുക്കാം, 4 മില്യണിൽ പരം IT എൻജിനീയേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. 2025 ആകുമ്പം ഇനിയും നമുക്ക് 4 മില്യൺ IT എൻജിനീയേഴ്സിന് US ആവശ്യം വരും. അതുപോലെ തന്നെ ഈ ഒരു ഡെക്കേഡ് 2030 ഒരു വർഷം 2 ലക്ഷത്തിൽ പരം സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് കേട്ടോ, എൻറ്റയർ IT കൂട്ടില്ല, ഡെവലപ്പേഴ്സിനെ മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ നമുക്ക് 4 മില്യൺ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ ഒരു കരിയർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മില്യൺസിൽ പെടും. അപ്പം സ്കോപ്പ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയറിൻ്റെ കാട്ടിയും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ടെക്നോളജി. റിസർച്ചസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഉള്ളതിലും നടക്കുന്നുണ്ട്. AI ഇറങ്ങിയത് 1950കളിലാണ്. അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു ബസ് വേർഡാണ് AI. അപ്പോൾ ഇന്നും നമ്മളതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സിലബസിലൊന്നും വലുതായിട്ട് വന്നിട്ടില്ല AI. അപ്പം ഇന്നും നേരത്തെ പറഞ്ഞ ഒരു സെഷനിൽ കേട്ടായിരുന്നു, ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റംസിൽ നിന്ന് വാട്സൺ, IBM ഡെവലപ്പ് ചെയ്ത വാട്സൺ AI 1997 ചെസ് ചാമ്പ്യനെ തോപ്പിച്ച കാര്യം. അപ്പോൾ അത് അന്നോട്ടേ ഉണ്ട്, പക്ഷേ ഇന്നും നമ്മളതിൽ റിസർച്ചസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് നമ്മുടെ നാടുകളിൽ AI ക്യാമറാസ് വന്നിട്ടുണ്ട്. അതിലും ഗ്ലോബൽ, ഇപ്പം നമ്മൾ കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ GitHub എല്ലാ ഡെവലപ്പേഴ്സും യൂസ് ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററിയാണ് GitHub. ഈ ഫീൽഡിലുള്ളവർക്കറിയും, സാധാരണ നമ്മൾ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ 10 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ 10 പേരുടെയും കോഡ് ആക്ച്വൽ സോഫ്റ്റ്വെയറിനെ ബാധിക്കാത്ത രീതിയിൽ അതിലോട്ടേക്ക് ലയിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഗിറ്റ് നമുക്ക് തരുന്നത്. അതൊരു റെപ്പോസിറ്ററിയും കൂടെയാണ്. അപ്പം ഗിറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ല, GitHub ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സോ IT എൻജിനീയേഴ്സോ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ GitHubൻ്റെ പ്രഡിക്ഷനാണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 മില്യൺ യൂസേഴ്സിലോട്ടേക്ക് എത്തും എന്നുള്ളത്. 100 മില്യൺ GitHub യൂസേഴ്സ് ഉണ്ടാവും. GitHub യൂസേഴ്സ് എൻജിനീയേഴ്സാണ്. അപ്പോൾ ഇപ്പം GitHubൻ്റെ കണക്ക് 56 മില്യനാണ്. അടുത്ത 5 വർഷം കൊണ്ടുള്ള എക്സ്പെക്റ്റൻസിയാണ് GitHub ഈ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്ലോബലി ITക്ക് സ്കോപ്പ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IT മേഖല, ഒരു IT സോഫ്റ്റ്വെയർ എൻജിനീയർ ആകുക അല്ലെങ്കിൽ ഒരു IT എൻജിനീയർ ആകുക എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയിലായിരിക്കുമല്ലോ കയറുക, അതെങ്ങനത്തെ കമ്പനി ആകും എന്നുള്ളതാണ്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവേ കമ്പനീസിന്, പ്രത്യേകിച്ച് IT ജോബ്സ് തരുന്ന കമ്പനീസിന് 3 ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് പ്രൊഡക്റ്റ് ബേസ്ഡ്, രണ്ടാമത്തെ സർവീസ് ബേസ്ഡ്, മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ്സാണ്. സ്റ്റാർട്ടപ്പ്സ് നിങ്ങൾക്കറിയാലോ, അതും ഇപ്പം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. ഇവിടെ എൻജിനീയറിംഗ് പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട്? കൈപ്പൊക്കാൻ പറ്റുമോ? എനിക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടപ്പ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങുക, അതന്നെ. അപ്പം പുതുതായിട്ട് തുടങ്ങുന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയില്ലേ. സൊമാറ്റോ,
ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് ഒരിക്കൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ കമ്പനീസ് അവർ IT ആൾക്കാരല്ല, പക്ഷേ അവർ IT എയ്ഡഡ് ആണ്, അവരൊക്കെ സ്റ്റാർട്ടപ്സിൽ പെടും. പിന്നെ രണ്ടാമത്തത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്, അതിൽ പെടും വലിയ MNCs. അതായത് അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതാണ് അവരുടെ മേജർ റവന്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൽ നിന്നായിരിക്കും. ഒരു എക്സാമ്പിൾ ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റവന്യൂ എങ്ങനെയാണ്? യൂട്യൂബിൽ നിന്നും ഗൂഗിൾ സെർച്ച് റിസൾട്ട്സിൽ നിന്നൊക്കെയാണ്. അപ്പം അവരുടേതായ പ്രൊഡക്റ്റിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസാണ് IT പ്രൊഡക്റ്റ് കമ്പനീസ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൺസൾട്ടൻസീസ് അല്ലെങ്കിൽ മറ്റ് കമ്പനീസിന് വേണ്ടിയിട്ട് സർവീസസ് ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് സർവീസ് ബേസ്ഡ് കമ്പനീസ്. അപ്പം രണ്ടും ഹ്യൂജ് കമ്പനീസാണ്, മൾട്ടി ബില്യൺ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഗൂഗിൾ ഒരു സൈഡിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IBM, മൈക്രോസോഫ്റ്റ് ഒക്കെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ ഒരു സൈഡിലുണ്ടെങ്കിൽ, തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് TCS ഉണ്ട്, ക്യാപ്ജെമിനി ഉണ്ട്, അങ്ങനത്തെ IBMൻ്റെ തന്നെ കൺസൾട്ടൻസീസ് ഉണ്ട്. അവരൊക്കെ സർവീസ് റെൻ്റ് ചെയ്യുന്ന കമ്പനീസാണ്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലും കയറി പറ്റാൻ സാധ്യത സർവീസ് ബേസ്ഡ് കമ്പനീസിലാണ്. കാരണം സർവീസ് ബേസ്ഡ് കമ്പനീസിൽ ഇഷ്ടം പോലെ ആൾക്കാരെ ആവശ്യമുണ്ട്. അവർ ഒരു എക്സാമ്പിൾ, അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റവന്യൂ മറ്റ് കസ്റ്റമേഴ്സിൽ നിന്നാണ്. എത്രത്തോളം കസ്റ്റമേഴ്സ് കൂടുന്നോ അത്രത്തോളം പ്രൊഡക്ട്സ് അവർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ സിമ്പിൾ ആപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ആർക്കിടെക്ചറിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന AI ക്യാമറാസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ISRO കൊളാബറേഷൻ, നാസയായിട്ടൊരു കൊളാബറേഷൻ, അതിൻ്റെ ഹൈ ലെവൽ എൻഡിൽ. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, അതിൻ്റെ IT കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഒരു IT കമ്പനി ആയിരിക്കും. ആ കമ്പനി ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആയിരിക്കും. ഓക്കെ, ആ കാര്യത്തിൽ ഗൂഗിളൊന്നും പോയി തിരുവനന്തപുരം എയർപോർട്ടിന് എന്ത് ചെയ്യില്ല, പോയി ഡെവലപ്പ് ചെയ്ത് കൊടുക്കില്ല. അവർ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അങ്ങനെയില്ല. അപ്പോൾ അതാണ് സർവീസ് ബേസ്ഡ് കമ്പനീസ്. അപ്പോൾ കയറി പറ്റാൻ എളുപ്പം സർവീസ് ബേസ്ഡ് കമ്പനീസില്ല. കാരണം വെച്ചാൽ ചെറുങ്ങനെ തുടങ്ങാൻ അവിടെ നല്ല സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാലറി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സർവീസ് ബേസ്ഡ് കമ്പനീസിൽ സാലറി കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഏത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ നല്ല ഹയറിംഗ് പ്രോസസ്സാണ്, കുറേ കാലം എടുക്കും കയറി പറ്റാൻ. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കയറുകയല്ല. പക്ഷേ സർവീസ് ബേസ്ഡ് കമ്പനീസിനെ വെച്ച് നോക്കുമ്പം അത്ര ഹയറിംഗ് ഇഷ്യൂ ഇല്ല. 2 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഹയർഡ് ആവും. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ നമുക്ക് അഡോബി ഉണ്ട്, ആമസോൺ, സിസ്കോ, IBM, ഫേസ്ബുക്ക് പഴയതാണ്, ഇപ്പം മെറ്റേനാണ് അറിയപ്പെടുക. ഫേസ്ബുക്ക് ഉണ്ട്, ഒറാക്കിൾ, സോഹോ, ക്വാൽകോം, ഊബർ. ഇതൊക്കെ കുറച്ച് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൻ്റെ എക്സാമ്പിൾസാണ്. നമ്മുടെ ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് നോക്കാം. സർവീസ് ബേസ്ഡ് കമ്പനീസിലോട്ടൊക്കെ പോകുമ്പം TCS ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ കമ്പനിയാണ് TCS. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോസിസ്, ഡിലോയിറ്റ്, വിപ്രോ ഇതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നമ്മൾ ഏത് നോക്കണം? ഇതെൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസാണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല. അതായത് ഫസ്റ്റ് ഞാൻ നോക്കിയത് ഗുഡ് സാലറിയാണ്. അതാണല്ലോ, നമ്മളൊരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഭാഗമായി ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം, നമുക്കൊരു 2-3 കമ്പനീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ബെസ്റ്റ് സാലറി ഏത് തരും എന്നുള്ളത്. രണ്ടാമത് ഏറ്റവും നല്ല ടെക്നോളജീസ്, നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ സാധ്യതയുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ, അവർക്ക് ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അത് ഡെവലപ്പ് ചെയ്യല അവരുടെ പണി. അത് അവരുടെ കമ്പനി, ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ IT ടീം എന്താ ചെയ്യണേ, അവരുടെ കപ്പലിലൂടെ ലോജിസ്റ്റിക്സ് നടക്കുന്നത് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അത് അവരുടെ IT ടീം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പണി അതന്നെ, എന്നും ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ TCS. അങ്ങനെയാണെങ്കിൽ TCSൽ പോകണം.
ചിലപ്പോൾ മറ്റേതിന് സാലറി ആദ്യം കൂടുതൽ തന്നാൽ പോലും. കാരണം വെച്ചാൽ TCS എത്തുമ്പോഴത്തേക്കും എന്തുണ്ട്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മൂന്നാമത് നോക്കുന്നത്, ഞാൻ നോക്കിയത് ബോണ്ട് പീരീഡ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. മിക്ക IT കമ്പനീസിൽ ചേരുമ്പോൾ നമ്മളോട് ആദ്യം ഒരു ബോണ്ട് പീരീഡ് വെക്കും. ഇത്ര വർഷം വരെ നമ്മൾ ആ കമ്പനിയിൽ സേവനം അനുഷ്ഠിക്കും. അതുപോലെ തന്നെ ആ കമ്പനിയിൽ നിന്ന് ഇത്ര കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയാൽ നമ്മൾ ഇത്ര രൂപ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊരു ബോണ്ട് വെക്കും. അത് നമ്മൾ ഒരു 5 വർഷത്തേക്കോ 3 വർഷത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷത്തേക്കോ ഒരിടത്ത് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഇല്ലാത്തതാണ് ഞാൻ പിന്നെ നോക്കുക. പിന്നെ ലെസ് വർക്ക് പ്രഷർ, അത് വേണമല്ലോ. IT കമ്പനീസ് വർക്ക് പ്രഷറിന് പേര് കേട്ട കമ്പനീസാണ്. ഏതെങ്കിലും IT കമ്പനിയിൽ കയറിയാലേ പ്രഷർ എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ തീരെ വർക്ക് പ്രഷർ കുറവാണെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ്. വർക്ക് ലൈഫ് ബാലൻസ്, നമ്മൾ IT കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ മിക്കപ്പോഴും പറ്റിപ്പോകുന്നൊരു കാര്യമാണ്, നമ്മൾ ഫുൾ ടൈം ജോലിയിലോട്ടേക്ക് പോകും. നമുക്കൊരു ലൈഫുണ്ട്, ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സിമ്പിൾ ലോജിക്ക് ആരും മറക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ജീവിക്കുക? അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ്, അതുപോലെ തന്നെ സാലറി ഹൈക്സ്. നമുക്ക് നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് അത് കൂടണം. 2 വർഷം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ നല്ലൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ കമ്പനിയുടെ അകത്ത് തന്നെ മറ്റ് പ്രൊജക്ട്സ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു സെർവർ സൈഡ് എഞ്ചിനീയറായിട്ട് കയറി കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവനും അവിടുത്തെ ഒരു സെർവർ സൈഡ് എഞ്ചിനീയർ ആകില്ല. അവിടുന്ന് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതിൽ തന്നെ ഒരു AI കയറാൻ പറ്റണം, അല്ലെങ്കിൽ ഡേറ്റാ സയൻസിൽ കയറാൻ പറ്റണം. അങ്ങനെ എങ്കിലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ബ്രാൻഡ് വാല്യൂ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ബ്രാൻഡ് വാല്യൂ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രാൻഡ് വാല്യൂ കൺസിഡർ ചെയ്യും. ബ്രാൻഡ് വാല്യൂ എല്ലാ IT കമ്പനീസിൻ്റെ എക്സ്പീരിയൻസിന് നല്ല വാല്യൂ ഉണ്ട്. പക്ഷേ ബ്രാൻഡ് വാല്യൂവിൻ്റെ ഒരു എക്സ്ട്രാ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗൂഗിളിലെ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ IBM, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, അല്ലെങ്കിൽ ആമസോണിലെ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ IIT പഠിച്ചിറങ്ങാമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അത്ര ഒരു വെയിറ്റ്? കാരണം വെച്ചാൽ ആരും എത്തിപ്പെടാത്ത രീതിയിൽ കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും ആ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്യുന്നത്, IIT എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അയാളെ പിന്നെ ഇട്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരിതുണ്ട്, ഇവരുടെ സ്ക്രീനിങ് പ്രോസസ്സ് കുറേ കൂടെ റിലയബിൾ ആണെങ്കിൽ അയാൾ കുറേ കൂടെ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ബ്രാൻഡ് വാല്യൂ. അപ്പം ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ മാറി മറ്റൊരു കമ്പനിയിൽ പോകുമ്പം നമുക്ക് ജോലി അവിടെ കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം ഫസ്റ്റ് തിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത്. ഇത് ഒരു കമ്പനിയെ ഉള്ളെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കരുത്. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ കമ്പനിക്കും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഗൂഗിളിൽ നിന്നുണ്ട്, ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഉണ്ട് അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാം നമുക്ക് ഒന്നിച്ച് കിട്ടില്ല. അപ്പം അതായിരുന്നു നമ്മുടെ ഒരു IT കരിയറിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ആക്ച്വലി അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട്. കൺവെൻഷനലായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാത്ത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അൺകൺവെൻഷനലി നമുക്കതെങ്ങനെ അതിൽ കയറി പറ്റാൻ പറ്റും. ഇപ്പം CS എഞ്ചിനീയേഴ്സ് അല്ലാത്തവർക്കും കയറണ്ടേ. ഓക്കെ, നമുക്കൊരു തമാശ കാണാം. അപ്പോൾ ഒരു CS എഞ്ചിനീയർ സാധാരണ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം, BTech എടുത്തതിൻ്റെ ശേഷം അയാളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് വഴി അയാളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി മാറുകയാണ്. ഓക്കെ, ഇതാ നോർമലി നടക്കാറ്. ഇങ്ങനെയാണ് ഫ്രഷേഴ്സ് പൊതുവേ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, കയറുന്നത്. ബട്ട് CS എഞ്ചിനീയർ മാത്രമാണോ കയറുന്നത്? എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാവും, റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൽ വേറെ ആരൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നുണ്ട്. നമ്മുടെ ECEയിൽ പഠിക്കുന്നവരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ ടീമിലൊരു സിവിൽ എഞ്ചിനീയർ ഉണ്ട്, എൻ്റെ സീനിയറാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ആൾ സിവിൽ എഞ്ചിനീയർ ആണെന്ന്. ആൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പം എൻ്റെ ടീമിലിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, ഇവർ വലിയ രീതിയിൽ ഇവരുടെ എഞ്ചിനീയറിങ് കഴിയും, നല്ല മാർക്കോടെ കഴിഞ്ഞിട്ട് അവസാനം ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോണിക്സ് ആരും എന്ത് ചെയ്യും, ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ കയറും. അവർ അവസാനം എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവും. അപ്പം ഇവിടെ പലവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമുക്ക് കോളേജിൽ ഇതിൻ്റെ റീസൺസ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് എൻജിനീയറിങ് ഫീൽഡുകൾക്കൊന്നും സ്കോപ്പില്ല എന്നാണ് നമ്മൾ പൊതുവേ കേൾക്കാറ്. ആക്ച്വലി
എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകൾക്കും അതിൻ്റേതായ സ്കോപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ടിക്ക് കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലാണ്. ഇതന്നെ ഒരു ഉദാഹരണമാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഡിസിപ്ലിനിലുള്ള ആൾക്കാർ നമുക്ക് ഓക്കെ ഇലക്ട്രോണിക്സിൽ പഠിച്ച ഒരാൾ അത് കുറച്ചെങ്കിലും കോഡിങ് ഉണ്ടെന്ന് പറയാം. ഈ സിവിൽ എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്ന ടീമുകളൊക്കെ എങ്ങനെ ഐ ടിയിൽ കയറുന്നത്? അപ്പം ഐ ടി അത്രത്തോളം ബ്രോഡാണ്. ഇവരെല്ലാവരും മാത്സ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനവും മാത്തമാറ്റിക്സാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ എന്താണ് അളക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കോഡിങ് സ്കിൽസാണോ, എന്ത് സ്കിൽസാണ് എടുക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എഡ്യൂക്കേഷനിൽ ആയിരുന്നെങ്കിൽ CS-കാരെല്ലാവരും കയറിയതിന് ശേഷം പിന്നെന്ത് ഉണ്ടാവും? ഇവർക്കൊക്കെ സ്കോപ്പ് വരാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ CS-കാർക്ക് എങ്ങനെയായാലും കുറേ കാര്യങ്ങൾ അറിയുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഐ ടി കമ്പനീസിൽ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും പിന്നെ ഇയാൾ എന്തിനാ എടുത്ത്, സിമ്പിൾ കാര്യമല്ലേ. പക്ഷെ അയാൾക്ക് സ്കില്ലുണ്ട്, പഠിച്ചെടുക്കാനുള്ള സ്കില്ലുണ്ട്. അപ്പോൾ ആക്ച്വലി അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, സർക്കാസം എന്ന് എഴുതിയെങ്കിലും. അപ്പം ഇനി നമുക്ക് നോർമൽ അപ്രോച്ചിലോട്ടേക്ക് പോകാം. നോർമൽ അപ്രോച്ച് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഗ്രീസ്, പൊതുവേ BTech, BE, BSc, BS അല്ലെങ്കിൽ BCA പോലത്തെ ഡിഗ്രീസിന് ക്വാളിഫൈഡ് ആണ്. അവർ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവർക്ക് ആകാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത്, ഗുണമെന്ന് പറയുന്നത് അത് വളരെ എളുപ്പമാണ്. അതായത് ഫ്രഷറായിട്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രഷറായിട്ടിരിക്കുമ്പോഴായിരിക്കും. നമ്മൾ പഠിച്ചിറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് വളരെ റെലവൻ്റായ ഒരു ക്വസ്റ്റ്യൻ ആരും ചോദിക്കില്ല, എക്സ്പീരിയൻസ്. ബാക്കി ഏത് ജോബിന് പോയി കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ചോദിക്കും. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മണ്ടത്തരാണ്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ജോബിൽ ക്രാക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടൈം സേവ് ചെയ്യും. കരിയറിൽ 22-ാമത്തെ വയസ്സിലോ 23-ാമത്തെ വയസ്സിലോ ഒക്കെ കയറി പറ്റാൻ പറ്റും. അതുപോലെ തന്നെ പഠനം കഴിഞ്ഞ ഉടനെ ഒരു ജോലി, പ്രത്യേകിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്കണോമിക്കലി ഒരു ജോലി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് വളരെ എളുപ്പമായിരിക്കും. ഇത് എഴുതിയിട്ടുണ്ട്, ബട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇൻ്റർവ്യൂ വളരെ എളുപ്പമായിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെടുത്ത് ഒരിക്കലും AWSൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്നോ IBMലെ വാട്സൺ വർക്ക് ചെയ്യുന്ന മെത്തഡോളജി എങ്ങനെയാണെന്നൊന്നും ചോദിക്കില്ല. അവരോട് ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കേട്ട് അയാൾക്ക് കയറാൻ പറ്റും. അതിപ്പം വലിയ കമ്പനീസ് ആയാലും കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരു വിദ്യാർത്ഥി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. പിന്നെ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. പഠിക്കുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യൽ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ CS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ CS കുറേ കൂടെ പഠിക്കുന്നു, ഗുണമല്ലേ. അത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പഠിക്കാനിരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒരിടത്തിരുന്ന് ഓരോ ടോപ്പിക്സ് കവർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ യുഗങ്ങളെടുക്കും. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രഷറായിട്ടിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മുടെ നാട്ടിൽ ആൾക്കാർ റിക്രൂട്ടഡ് ആവുന്നത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഥവാ കോളേജസ് കൊണ്ടുവരുന്ന കമ്പനീസിൽ നിന്നാണ്. അതായത് അവരുടെ കോളേജസ് ചില പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് നടത്തും. ആ വഴി കൂടെ കയറുകയാണെങ്കിൽ മാത്രമാണ് ഈ കുട്ടികൾ അപ്പുറത്തോട്ടേക്ക് എത്തുക. അതുപോലെ പൊസിഷൻ ചിലപ്പോൾ എന്തായിരിക്കത്തില്ല, സ്റ്റേബിൾ ആയിരിക്കില്ല. അത് മിക്കപ്പോഴും സർവീസ് ബേസ്ഡ് കമ്പനീസിലായിരിക്കും. സർവീസ് ബേസ്ഡ് കമ്പനീസിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുത്ത അയാൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട് ചെയ്തതിൻ്റെ ശേഷം ഇയാൾ ചിലപ്പോൾ ആ പൊസിഷനിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. ചിലവർക്ക് നല്ല പൊസിഷൻ കിട്ടും, ചിലവർക്ക് കിട്ടില്ല. അതേസമയം ചില എന്താ പറയുക, ബിഗ് ഷോട്ട്സ്, വലിയ കമ്പനീസ് പോലും ഈ പണി ചെയ്യാറുണ്ട്. പക്ഷേ വലിയ കമ്പനിയിലാകുമ്പം പേടിക്കേണ്ടതില്ല. കാരണം വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഇരുത്തത്തില്ല. അപ്പോൾ നമുക്ക് ഗുണമേ ഉള്ളൂ. അപ്പോൾ പൊസിഷൻ നമ്മൾ ഉദ്ദേശിച്ച പൊസിഷൻ കിട്ടണമെന്നില്ല. അപ്പം പഠിക്കുന്ന കാലഘട്ടത്തിൽ AI വെച്ച് മാത്രമേ ജോലിക്ക് കയറുള്ളൂ എന്ന് വിചാരിക്കുന്നത് വിഡിത്താണ്. ആദ്യത്തെ പണി കയറി പറ്റല. അപ്പോൾ
അവസാനത്തെ ഒരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള മിക്ക കമ്പനീസിലും വരുന്നത് സർവീസ് ബേസ്ഡ് കമ്പനീസാണ്. TCS, ഇൻഫോസിസ്, ഹൈ വർക്ക് പ്രഷറുള്ള ലോ പേയ്മെൻ്റ് ഉള്ള കമ്പനീസാണ്. TCS ഒക്കെ ഹൈ പേയ്മെൻറ്റ് ജോബ്സ് ഉണ്ട്, പക്ഷെ അവരൊന്നും നോർമൽ കോളേജസിൽ ആ റിക്രൂട്ട്മെൻറ്റ് നടത്താറില്ല. പല കമ്പനീസും സെലക്റ്റീവായിട്ടുള്ള കോളേജസിലാണ് പോകാറുള്ളത്. അപ്പോൾ TCS എല്ലാ കോളേജസിലും പോകുന്നത് ഒരു TCSൻ്റെ ഒരു യൂഷ്വൽ പാക്കേജ് ഉണ്ടാവും, 3.5 ലക്ഷം പെർ ആനം. അതാണ് പൊതുവേ പിള്ളേർ സെലക്റ്റഡ് ആവുന്നത്. ഈ 3.5 ലക്ഷം പെർ ആനത്തിൽ 30,000-ൽ പരം വിദ്യാർത്ഥികൾ ഒരു വർഷം റിക്രൂട്ടഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കോപ്പ് അവിടെ കുറയും. ആൾ കൂടുമ്പോൾ നമ്മൾ എന്നുള്ളൊരു പ്രത്യേകത അവിടെ ഇല്ലാതെ ആകും. അപ്പോൾ അതാണ് കോൺസ്. അത് നല്ല കമ്പനീസ് വരുന്ന ക്യാമ്പസുകളുണ്ട്. ഞാൻ പൊതുവെ പറഞ്ഞത് നോർമലി അധികവും സർവീസ് ബേസ്ഡ് കമ്പനീസ് ആയിരിക്കും വരാറ്. അപ്പോൾ ഒരു അൺകൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്, ഇതാ നേരത്തെ പറഞ്ഞ അൺകൺവെൻഷണൽ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾ, അതാണ് ഇവിടെ അൺകൺവെൻഷണൽ എന്ന് പറയുന്നത്. അപ്പം CS ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ CS ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആയിരിക്കും അയാളുടെ IT കരിയറിനുള്ളൊരു സ്ട്രാറ്റജി. അപ്പം ഇത് എൻ്റേതായ അഭിപ്രായമാണ്. പല ആൾക്കാരും പല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ ഇത് ജനറലി ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നിങ്ങളുടേതായ ഒരു ഫ്ലേവർ കാണും അതിൽ. നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ അതിൽ കാണും IT കമ്പനീസിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട്. അപ്പം പൊതുവേ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IT ഓറിയൻറ്റഡ് ആയിട്ടൊരു കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ആ കോഴ്സിൽ നിന്ന് പ്ലേസ്ഡ് ആവുക, IT കമ്പനിയിൽ കയറുക കുറേ കൂടെ എളുപ്പമാണ്. ഇതാണ് ഒരു അൺകൺവെൻഷണൽ അപ്രോച്ച്. ഇതൊരു അക്കാഡമിക് അപ്രോച്ച് ആയിട്ട് നമുക്ക് പറയാം. അത് നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ സിവിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ UG BCom ആട്ടോ, അപ്പോൾ ഫിനാൻസിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ പോലും തീരെ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ IT-ൻ്റെ ഒരു ഘടകം പോലും എലിജിബിലിറ്റി പോലും നമുക്ക് കിട്ടില്ല ഫിനാൻസൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് നോക്കാൻ പറ്റുന്നത് നമുക്ക് എലിജിബിളായ ഒരു കോഴ്സ് എടുക്കാം. ഇപ്പോൾ കോഴ്സസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PG ചെയ്യാം, പഠിച്ചിറങ്ങുമ്പോൾ PGയും കൂടെ കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിലും നല്ലൊരു സ്കോപ്പുള്ളൊരു ഐറ്റാണ് MCA, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതുപോലെ മറ്റ് CS ഡിഗ്രീസ് നോക്കാം. അത് സ്ഥലങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മുടെ ഇന്ത്യയിലുള്ളതിൻ്റെ അത്രയും എലിജിബിലിറ്റി സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ മറ്റ് രാജ്യങ്ങളിലില്ല. മിക്ക ആൾക്കാർക്കും മറ്റ് രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇഷ്യൂ നമ്മുടെ 2020 NEP നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അത് പയ്യെ സോൾവായി വരും. 2030-ക്കുള്ളിൽ NEP കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റഡ് ആവും. NEP ഇംപ്ലിമെൻറ്റഡ് ആയി കഴിഞ്ഞാൽ കരിയർ ഷിഫ്റ്റ്സ് കുറേ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എളുപ്പമാണ് എന്നാണ്. ബട്ട് ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോഴ്സസ് എടുക്കാം, പക്ഷേ അവർ പ്ലേസ്മെൻറ്റ് അഷ്യൂർ ചെയ്യണം. അല്ലാതെ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിൻ്റെ പിന്നാലെ പോകണം. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യം നേരത്തെ പറഞ്ഞതാണ് എക്സ്പീരിയൻസ്. IT ഫീൽഡിലുള്ളൊരു എക്സ്പീരിയൻസ്. IT ഫീൽഡിലുള്ള എക്സ്പീരിയൻസിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT കമ്പനിയിലോട്ടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വളരെ വലുതാണ്. ഒരു സെർവർ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സെർവേഴ്സ് ആണ്. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു കമ്പനിയിൽ നിന്നേ കിട്ടത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രഷറായിരിക്കുന്ന ഈ ഒരു പ്രായം യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും ഫ്രഷറാവും. ഇപ്പോൾ MCA ചെയ്തുകൊണ്ടിരിക്കുമ്പം സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഫ്രഷറാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് വഴി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലോട്ടേക്ക് കയറുക എന്നുള്ളതാണ് ഈ ഒരു അൺകൺവെൻഷണൽ മെത്തേഡ്സ്. ഇത് സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ആ കേസിൽ MCAനെ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പരിചയപ്പെടാം. പ്രത്യേകിച്ച് കേരളത്തിൽ MCA ഇന്ത്യയിൽ മാത്രമുള്ളൊരു ഡിഗ്രിയാണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. 2020 എപ്പോഴോ MCA ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. LBS സെൻറ്റർ
അഥവാ നമ്മുടെ കേരളത്തിൽ MCA പോലത്തുള്ള വളരെ ടെക്നോളജിക്കലായിട്ടുള്ള കോഴ്സസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് LBS സെൻറ്റർ. LBS ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെയാണ്. ഇപ്പോൾ LBS സെൻറ്ററാണ് കേരളത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് MCA എക്സാം നടത്തുന്നത്. LBS എക്സാം എഴുതി വേണം MCAക്ക് കയറാൻ. അപ്പോൾ LBS 2020 ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പൊതുവേ MCAക്ക് കയറണമെങ്കിൽ പല യൂണിവേഴ്സിറ്റിക്കും പല ക്രൈറ്റീരിയയാണ്. പക്ഷേ പൊതുവേ MCA എങ്ങനെയായിരുന്നെന്നറിയോ? 3 വർഷം പഠിക്കണം. എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അഥവാ CS ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി 2ാമത്തെ വർഷത്തിൽ കയറാം. അത് ലാറ്ററൽ എൻട്രി എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ ലാറ്ററലായിട്ട് കയറാം, അല്ലെങ്കിൽ 3 വർഷം ഡിഗ്രി പഠിക്കണം. പിന്നത്തെ ഏറ്റവും കുഴപ്പം പിടിച്ച സാധനമാണ് മാത്സ് വേണമെന്നുള്ളത്. അതൊരുമാതിരിപ്പെട്ട സയൻസ് കുട്ടികൾക്ക് എല്ലാവർക്കും MCA പഠിച്ച് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോട്ട് കയറാമെങ്കിലും നമ്മളെപ്പോലെ കൊമേഴ്സ് സ്റ്റുഡൻസ്, ആർട്സ് സ്റ്റുഡൻസ്, അങ്ങനത്തെ ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, MCA തൊടാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് LBS സെൻറ്റർ കേരളത്തിൽ, LBS സെൻറ്റർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ അത് ബാധകമാവൂ. കേരളത്തിലെ MCAക്ക് ഇതൊന്നിൻ്റെ ആവശ്യമില്ല, ജനറലൈസ് ചെയ്യാൻ പോവുകയാണെന്നൊരു ഇത് പുറപ്പെടുവിക്കുന്നത്. അപ്പം അതിൻ്റെ അക്കാഡമിക് എലിജിബിലിറ്റിയാണ് ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത്. എലിജിബിലിറ്റി പ്രകാരം CS ബാക്ക്ഗ്രൗണ്ട് വേണ്ട, CS ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ഇനി മാത്സ് ഇല്ലെങ്കിലോ, അത് CS ബാക്ക്ഗ്രൗണ്ട് വേണ്ട, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ സയൻസ് അതുപോലത്തെ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ മതി. ഇനിയിപ്പം മാത്സ് ഇല്ലെന്നിരിക്കട്ടെ, ഇപ്പോൾ CS ഇല്ലെങ്കിൽ മാത്സ് ഉണ്ടെങ്കിലും കയറാം. ഇനി മാത്സ് ഇല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല, ഇവർക്കൊരു ബ്രിഡ്ജ് കോഴ്സ് എടുത്തിട്ട് അതുവഴി കയറാം. അപ്പം ഇപ്പം തീരെ CS ബാക്ക്ഗ്രൗണ്ടോ മാത്തമാറ്റിക്സോ ഇല്ലാത്ത ഒരാൾക്ക് MCAയിലോട്ടേ കയറണമെങ്കിൽ ഒരു 6 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബാക്കി അവരുടെ MCA പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതൊരു ഇഷ്യൂ ഇല്ല. മാത്സിൻ്റെ പ്രശ്നം MCAയിൽ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ മാത്സ് പഠിക്കാനുണ്ടാവും. കമ്പ്യൂട്ടേഷണലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഈ പറയുന്ന ട്രിഗ്നോമെട്രിയും കാൽക്കുലസ് ഒന്നും അതിൽ ഉപയോഗിക്കുന്നില്ല, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് അവരുടെ MCAയിൽ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ പ്ലസ് ഇപ്പം 3 വർഷമില്ല, 2 വർഷം പഠിച്ചാൽ മതി എല്ലാവർക്കും. ഇപ്പോൾ 2 വർഷം കൊണ്ട് MCA കിട്ടും. ഒരു MBA റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി എന്ന് പറയാം, കമ്പ്യൂട്ടർ സയൻസിൽ, മാനേജ്മെൻറ്റിലല്ല. ഇത് കേരളത്തിൽ മാത്രമേ പറ്റൂ കേട്ടോ. അപ്പോൾ അതാണ് MCAനെ പ്രത്യേകം ഇവിടെ പരാമർശിക്കാൻ കാരണം. പക്ഷേ മറ്റിടത്തങ്ങളിൽ നോർമലായിട്ടാണ്, 3 വർഷമാണ് എക്സാംസ് ആണ്. പല യൂണിവേഴ്സിറ്റീസും പലതാ പറയുന്ന. മാത്സ് കമ്പൽസറി ആയിട്ട് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ചിലർ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ മതി, ചിലർ പറയുന്ന ഡിസ്ക്രീറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വന്നാൽ മതി, ചിലർ പറയുന്ന കമ്പ്യൂട്ടേഷണൽ മാത്സ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ചില യൂണിവേഴ്സിറ്റീസ് +2 മാത്സ് വേണമെന്നും പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഏതായാലും സേഫാണ്. ഇനി അൺകൺവെൻഷനലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 2ാമത്തെ വേ, അതായത് നമ്മൾ അക്കാഡമിക്കലായിട്ട് നമുക്ക് അൺകൺവെൻഷനലായിട്ട് പോകാൻ പറ്റില്ല എങ്കിൽ, നമ്മളിപ്പോൾ വെറുതെ ഒരാൾ ഡിഗ്രി ഉണ്ടാകാം, ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വേറെ ഡിഗ്രി ഉള്ള ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കില്ല് വെച്ചിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കില്ലിനെയാണ് ആക്ച്വലി ഇത്രയും നേരം നമ്മൾ ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നോക്കുന്നത് നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയുമോയെന്നല്ല, ഇന്ന കാര്യങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഈ ചങ്ങായിക്ക് ഇതൊക്കെ മനസ്സിലാകുമോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ മാത്തമാറ്റിക്സ് കൊണ്ടും ഇൻ്റർവ്യൂ കൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടെക്നിക്കൽ നോളജ് അല്ല അവർ നോക്കുന്നത്, നമ്മുടെ ഒരു സ്കില്ലാണ്. 2 ടൈപ്പ് സ്കില്ലാണ് നോക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സെഷനിലെത്തുമ്പോൾ ഞാൻ പറയാം. സ്കിൽഡ് ത്രൂ പോവുകയാണെങ്കിൽ അത് കുറച്ച് റിഗ്രസ് ആണ്, കുറച്ചും കൂടെ കഷ്ടപ്പെടണം. അത് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു നോർമൽ പേഴ്സൺ അയാൾ കുറേ ഹോം വർക്ക്സ് ചെയ്യുന്നു, ഹാർഡ് വർക്കാണ്. അയാൾ കുറേ കോൺസെപ്റ്റ്സ് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അയാൾ അതിലൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. പിന്നീട് അയാൾ അനേക മറ്റ് പ്രൊജക്ട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കൊളാബറേഷൻസ് പറ്റുമെങ്കിൽ കൊളാബ്സ് ചെയ്യുന്നു. പിന്നെയും അയാൾ കൂടുതലും പഠിക്കുന്നു. അയാൾ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാൾ പഠിച്ചതിൽ എന്തോ തെറ്റുണ്ട്. അപ്പോൾ അയാൾ കൂടുതലും പഠിക്കുന്നു. പ്രൊജക്റ്റ് ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് അയാൾക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട്
അയാൾ ഈ പ്രൊജക്ട്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ നായക്ക് തോന്നുമ്പം അയാൾ അത് അപ്ലൈ ചെയ്യും, ഒരു കരിയറിന് അപ്ലൈ ചെയ്യും. ഈ ഒരു ഫേസ് ഇവിടെ കാണിക്കാൻ കാരണം നേരത്തെ ഫേസസിലും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ഗൈഡഡ് ആണ്. നമ്മുടെ കോളേജ്, സ്കൂൾസ്, അല്ല യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും, നമുക്ക് ഗൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കമ്പനിയുടെയും കരിയർ പോളിസീസ് അറിഞ്ഞ് മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്തിട്ട് അയാൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൂടെ പോകുന്നു, എന്നിട്ട് അയാൾ സെലക്റ്റഡ് ആവുന്നു. അപ്പോൾ ഈ ഒരു പാർട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെസ്യൂമെയിൽ വെക്കാൻ പറ്റും. നമ്മുടെ റെസ്യൂമെയിൽ പ്രൊജക്ട്സ് കാണും. അപ്പോൾ അത് റെലവൻ്റ് ആണെങ്കിൽ, നമുക്കതിലൊരു കോമൺ ബേസിക്സ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റും. കൊളാബറേഷൻസ് എന്ന് പറയുന്നത് മറ്റൊരാളുമായിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഇൻറ്റേൺഷിപ്പ്, നിങ്ങൾ IBM വന്നിട്ട് ഒരു 6 മാസം അവിടെ എന്തൊക്കെയോ പണി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർച്ചിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അനേകായിരം ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ചാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് കൊലാബറേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ IBM ചെയ്ത ഇൻറ്റേൺഷിപ്പിന് അംഗീകരിക്കുന്നുണ്ട്? IBM അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ചെയ്ത ചാരിറ്റി, ഇപ്പോൾ വെഫിക്കാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ വെഫിങ്ങൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, എക്സ്പീരിയൻസ് ആയിട്ട്, അതൊക്കെ ഒരു എൻഡോഴ്സ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഇതുണ്ട്, വിലയുണ്ട്, വാല്യൂ ഉണ്ട്. അതാണ് കൊളാബറേഷൻസ്. നമ്മളെപ്പോഴും റിസർച്ചേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊളാബറേഷൻസ് വളരെ പവർഫുള്ളാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ അറിയുകയും ചെയ്യും, നമ്മൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് സ്കിൽഡ് ബേസ്ഡ് കാര്യം, അപ്രോച്ച്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സൈക്കിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, നമുക്കൊരു ജോലി ക്രാക്ക് ചെയ്ത് കിട്ടുന്നത് വരെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്ന പ്ലാന് എൻ്റെ പേഴ്സണൽ സജഷനാണ്. ഞാൻ എൻ്റെ കരിയറിൽ ഫോളോ ചെയ്തത് ഈ ഒരു പ്ലാനാണ്. ഞാനിപ്പം PG കഴിഞ്ഞിട്ട് IT ചാടിയതുപോലെ UGക്ക് ശേഷം PGക്ക് ചാടിയതും, +2 10ന് ശേഷം +1 ചാടിയതും, +2ക്ക് ശേഷം UGക്ക് ചാടിയതും എല്ലാം ഈ പറഞ്ഞ അൺകൺവെൻഷനലിയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ UGക്ക് ശേഷം മനസ്സിലാക്കിയൊരു പ്ലാനാണ് ഇത്. അതായത് നമുക്കൊരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളതിലെന്നും പ്രോഗ്രസ് ചെയ്യണം, അതിലൊരു പ്രോഗ്രഷൻ കാണണം. അതായത് ഇന്ന് എന്തെങ്കിലും പുതുതായിട്ട് അതിലറിയണം, അത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നാളെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇതിൽ അറിഞ്ഞിട്ടുണ്ടാവണം. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സ്കില്ല് വെച്ചിട്ടാണ് ഞാൻ IBM പ്ലേസ്ഡ് ആവുന്നത് കേട്ടോ. അത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ പ്ലാന് എപ്പോഴും നമ്മൾ എന്നേലും എവിടെയെങ്കിലും ഒരു എൻജിനീയറിനെ കണ്ടിട്ട് ഞാൻ ഭാവിയിൽ അയാളാകും എന്ന് പറഞ്ഞ് അങ്ങനെ വെക്കലല്ല. അയാളിലോട്ടേക്കുള്ള വഴി ചിന്തിച്ചിട്ട് എപ്പോഴും കാലത്തിനനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ അയാൾ സഞ്ചരിച്ച വഴി ഇന്ന് റെലവൻ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അയാൾ വേറെ രാജ്യത്തുള്ള ആളായിരിക്കും. ഇപ്പോൾ നമ്മുടെ MCA പറഞ്ഞ പോലെ അയാൾക്ക് BCom കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻസ് കഴിഞ്ഞിട്ട് അയാൾക്ക് ചിലപ്പോൾ എന്താ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ കഥ വേറെയാണ്. അപ്പോൾ നമ്മുടെ പ്ലാന് നമ്മളുമായിട്ട് റെലവൻസ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് അപ്ഡേഷൻസ് ഉള്ളതുമായിരിക്കണം. പക്ഷെ ഒരിക്കലും എയിം മാറ്റരുത് കേട്ടോ. നമ്മുടെ എയിം എപ്പോഴും അത് തന്നെ ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന അപ്രോച്ച് ഫോളോ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം അറിയേണ്ടത്, ഇത് നിങ്ങളുടെ ഏത് കരിയറിനും എടുക്കുക കേട്ടോ. അതായത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ എയിം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നത് അതിന് സാധ്യതകൾ എന്താണ്, ശമ്പളം എങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ 3 ലക്ഷമോ 4 ലക്ഷമോ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ 4 ലക്ഷം രൂപയൊക്കെ മുടക്കി 2 വർഷം പഠിച്ചതിൻ്റെ ശേഷം 10,000 രൂപ മാത്രം ശമ്പളം വാങ്ങിച്ചിരുന്നു കഴിഞ്ഞാൽ അത് എന്ത് നഷ്ടമാണ്. ആ 4 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്ത് കുറേ കൂടെ പൈസക്കാരനായിക്കൂടെ. അപ്പോൾ എയിം വളരെ പ്രിസൈസ് ആയിരിക്കണം, അത് മാറ്റരുത്. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തത് അവിടുന്ന് താഴോട്ടേക്ക് പോകണം, ഇന്നിരിക്കുന്ന ഞാനിലോട്ടേക്ക് എത്തുക. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ പാത്ത് നോക്കിയാൽ മതി. അല്ലാതെ ഇന്ന് എനിക്ക് എന്തൊക്കെ അറിയാം, ഇന്ന് ഞാൻ ആരാണ്, ഇന്ന് എൻ്റെ കേപ്പബിലിറ്റീസൊക്കെ വെച്ചിട്ട്
നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ കേപ്പബിലിറ്റീസ് കാണും. മനസ്സിലായോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്തത് ടോപ്പ് ടു ബോട്ടം അപ്രോച്ചാണ്. ആദ്യം ഒരു കാര്യം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ, ഓക്കെ, എന്നാൽ അതിനെന്താണ് എലിജിബിലിറ്റി? അപ്പോൾ ഗൂഗിളിൽ ഇതാണ് എലിജിബിലിറ്റി, IBMൽ അതാണ് എലിജിബിലിറ്റി, ആമസോണിൽ ഇതാണ് എലിജിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പഠിക്കണം? അപ്പോൾ ഏതാണ് ഏറ്റവും എളുപ്പ വഴി? പഠിച്ചിട്ട് അവിടെ പോയി ജോബ് അപ്ലൈ ചെയ്യുന്നതാണോ, അതോ ഇവർ വരുന്നൊരു ക്യാമ്പസിൽ കയറി പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലും ഇവർ വന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് എടുക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള വഴി ഏതാ? അങ്ങനെ ഇവൻച്വലി നമ്മുടെ ഒരു സ്റ്റേജിലോട്ടേക്ക് കാര്യങ്ങൾ എത്തും. അത് നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചെന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് പോവുക. അതൊരു കയറിട്ട് തന്നിട്ട് കയറിപ്പോകുന്ന പോലെ. അപ്പം അതാണ് ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക, അത് ഇങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇതെൻ്റെ ഒരു പ്രിഫറൻസ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു, നമുക്ക് അപ്രോച്ചസ് അറിയാം. പക്ഷേ IT കമ്പനിയിൽ കയറണമെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്യണം? അത് കിടക്കണം. അത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയ സ്റ്റേജ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ഫേസസ് ഉണ്ട്. ചിലതിനൊക്കെ ഒരു ഫേസേ ഉണ്ടാവും, പക്ഷേ അതിൽ പല ഫേസസ് ഉണ്ട്. ഒരു പാട്ടേ കാണും, പക്ഷേ അതിൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് ജനറലായിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിലും ഓരോ കമ്പനിയിലും വ്യത്യസ്തമാണ്. അതായത് ഈ ഒരു സൈക്കിൾ നമ്മളെപ്പോഴും റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളൊരു ജോബിന് പ്രിപ്പയർ ചെയ്യുന്നു, അത് നേരത്തെ പറഞ്ഞ എയിം വെച്ചിട്ടാണ്. ഗൂഗിളിൽ കയറലാണെങ്കിൽ അത് നമുക്ക് കയറാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എയിം ചെയ്തത് എൻ്റെ മനസ്സിൽ പോലും IBM കയറണമെന്നില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് ഉദ്ദേശിച്ച ജോബിൻ്റെ കാട്ടിയും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ IBM തരുന്നുണ്ട്. പ്ലസ് അതിലോട്ടേ കയറാൻ IBMൻ്റെ എക്സ്പീരിയൻസ് കുറേ കൂടെ വാലിഡാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചില്ലിൽ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ളൊരു ചില്ലയിലെങ്കിലും ചാടിക്കയറാൻ പറ്റണം. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പോൾ പ്രിപ്പറേഷൻ ഫോർ എ ജോബ് അത് നമ്മളെപ്പോഴും ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അറ്റൻഡ് ചെയ്യുക. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഫെയിൽഡ് ഇൻ്റർവ്യൂവും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഞാൻ എൻ്റെ ഡിഗ്രി ടൈമിൽ ഞാൻ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ച ഒരു കാര്യം, ഹെവി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നൊരു കോളേജിൽ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 100 കമ്പനി അല്ലെങ്കിൽ 150 കമ്പനി നമ്മുടെ റിക്രൂട്ട്മെൻറ്റിന് അവർ വന്നെന്നിരിക്കട്ടെ. അത് അവസാനത്തെ ഒരു വർഷം 100-ൽ പരം കമ്പനീസ് വന്നെന്നിരിക്കട്ടെ. എനിക്കാണെങ്കിൽ അവസാനത്തെ വർഷം എത്തിയപ്പോൾ ഒന്നും അറിയില്ലെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ ലെവൽ പോലും എത്തുന്നില്ല, ഫെയിൽഡ് ആവുന്നു. CV കൊടുക്കുന്നു, CV സെലക്റ്റഡ് ആവുന്നില്ല, ഫെയിൽഡ് ആവുന്നു. അങ്ങനെ ഞാൻ CVയിൽ വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ഫെയിലായി ഒരു 100ാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫേസസും കഴിഞ്ഞ് അങ്ങ് അറ്റം വരെ എത്തിയിട്ടുണ്ടാവും. അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാലം പണിയുന്നത് 10 പ്രാവശ്യം കണ്ടാൽ മതി, നിങ്ങൾക്കും പാലം പണിയാം. അത് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നില്ല, വേറെ പാലം പണിയണമെങ്കിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പഠിക്കും. അപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് കുറേ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂസൊക്കെ മെച്ചപ്പെടും. എന്തൊക്കെ പറയണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിൾ ഫോളോ ചെയ്ത് ജോബ് പ്രിപ്പറേഷൻ, അത് ഫസ്റ്റ് നമ്മൾ 2 കാര്യം പറഞ്ഞു. ഒന്ന് ജോബ് പ്രിപ്പറേഷനും മറ്റൊന്ന് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും. അതിൽ ജോബ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്യൂമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് CV ആയിട്ട് കൺഫ്യൂസ് ആക്കരുത്. CV വേറെയാണ്, റെസ്യൂമെ വേറെയാണ്, ബയോഡേറ്റ തികച്ചും വേറെയാണ്. അപ്പോൾ ഇത് മൂന്നാണ്. ബയോഡേറ്റ നമ്മുടെ ബയോളജിക്കൽ ഡേറ്റയാണ്. പേര്, ബ്ലഡിൻ്റെ ഗ്രൂപ്പ്, ഹൈറ്റ്, വെയ്റ്റ്, ജെൻഡർ, അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, അങ്ങനെയുള്ളത്. പക്ഷേ റെസ്യൂമെ CV എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ കരിയർ ഓറിയൻറ്റഡ് ആണ്. കരിക്കുലം വിറ്റ് എൻറ്റയർ കരിയർ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ എൻ്റെ CVയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ ഡിസിപ്ലിൻസും എൻ്റെ CVയിൽ വരും. പക്ഷേ നാളെ ഞാനൊരു IT കമ്പനിയിൽ കൊടുക്കാൻ പോകുന്ന എൻ്റെ റെസ്യൂമയിൽ എൻ്റെ IT ക്വാളിഫിക്കേഷൻസും എൻ്റെ IT എക്സ്പീരിയൻസും മാത്രമേ വരൂ.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റെസ്യൂമേൽ കാര്യങ്ങൾ കൂടുതൽ അടിച്ചിടുന്നത് ആക്ച്വലി ജോലി സാധ്യത കൂട്ടില്ല, വളരെയധികം കുറയ്ക്കും. അതാണ് കരിയർ സ്പെസിഫിക് ആവുക എന്നുള്ളത്. നമ്മൾ എന്തിനെയാണോ കൊടുക്കുന്നത്, അതായത് നമ്മൾ എന്തിനാണോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ IT എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിന് അപ്ലൈ ചെയ്ത ഒരു CV വെച്ചിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യരുത്. അത് കുറച്ചെങ്കിലും അതിൻ്റെ സാധ്യത കുറയ്ക്കും. ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് നമ്മളിൽ എന്തൊക്കെയുണ്ട് അതിനെ കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം ആ CV പ്രിപ്പയർ ചെയ്യാൻ. അതാണ് കരിയർ സ്പെസിഫിക് ആവുക എന്നുള്ളത്. പേഴ്സണൽ ആകരുത്. ഇപ്പം നമ്മുടെ പേര് വാപ്പാൻ്റെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് വെച്ചു, പിന്നെ അച്ഛൻ്റെ തറവാടും അഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ വെച്ച് പോകുന്നൊരു ടീമുണ്ടല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ചേട്ടൻ ചേച്ചി, അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ പേഴ്സണലാകരുത്. അത് വളരെ നമ്മൾ എന്താണോ റെസ്യൂമെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റെസ്യൂമെ ഒരു ഇൻ്റർവ്യൂ ഡെസ്കിൽ 20 സെക്കൻഡിൽ താഴെ പിടിക്കൂ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതാരും വായിക്കില്ല. ഇത് ഇൻ്റർവ്യൂ ഡെസ്ക് വരെ എത്തിയാലുള്ള കാര്യമാണ് പറയുന്നത്. എത്തണമെങ്കിൽ വേറെ കടമ്പയുണ്ട്. അതുകൊണ്ട് റെസ്യൂമെ എപ്പോഴും 1 to 2 പേജസ് ആക്കണം. എസ്പെഷ്യലി ഫ്രഷേഴ്സ് ഒരു 1 പേജ് തന്നെ ധാരാളമാണ്. അതിൽ നിങ്ങളുടെ എല്ലാതും വേണം. പ്രൊജക്ട്സ് വരണം, എക്സ്പീരിയൻസ് വരണം. നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാനുണ്ടാവില്ല, പക്ഷേ അക്കാഡമിക് എക്സ്പീരിയൻസസ് പോലത്തെ കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ 1 to 2 പേജസിൽ നിർത്തണം. ഞാൻ PG കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പം എൻ്റെ റെസ്യൂമെ 2 പേജ് ഉണ്ടായിരുന്നു. 2 പേജിൽ നിർത്തി. അപ്പോൾ അതിൽ ഫുള്ളും നമ്മളെക്കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. പക്ഷേ ഇതല്ല കേസ്. റെസ്യൂമെ മാത്രം ഉണ്ടാക്കിയാൽ പോരാ. നമ്മൾ ATS എന്താണെന്നറിയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ TCSൻ്റെ കാര്യം. TCS പ്രതിവർഷം ഫ്രഷേഴ്സിനെ 30,000-ൽ പരം ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയിലേക്ക്. അപ്പോൾ എത്ര ലക്ഷം കുട്ടികളായി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും IBMലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇരുന്ന് HR നോക്കില്ല. ഇതെല്ലാം ഇരുന്ന് HR കളയത്തുമില്ല. കാരണം ഇപ്പം നമുക്കൊരു വളരെ സീനിയർ റിസർച്ച് എഞ്ചിനീയറിൻ്റെ ഒരു പോസ്റ്റിൽ ഒരാൾ മെയിൽ അയച്ചെന്നിരിക്കട്ടെ. അയാളുടെ റെസ്യൂമൊക്കെ വെച്ചിരുന്നു. അയാളുടെ ജോബ് പ്രൊഫൈൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളുടെ എക്സ്പീരിയൻസസൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമുക്കിപ്പോൾ അയാളുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി വിചാരിച്ച് HR ആരും അവരുടെ എന്ത് കളയില്ല, അവർക്ക് വരുന്ന കരിയർ റിക്വസ്റ്റുകളൊന്നും കളയില്ല. അപ്പോൾ ഈ കരിയർ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ATS, ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ATSന് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് വലിയ കമ്പനീസിലൊക്കെ AI ആണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ATS കുറേ കൂടെ AI ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ജോബ് ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ നമുക്കിപ്പോൾ 100 പേരെ വേണോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആയിരക്കണക്കിന് വന്നിരിക്കുന്ന റെസ്യൂമയിൽ നിന്ന് 100 പേരെ അതെന്ത് ചെയ്യും സെലക്ട് ചെയ്ത് ആ 100 പേരെ നമുക്ക് അയച്ചു തരും. ആ 100 പേരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ കയറ്റുള്ളൂ. അവിടുന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ അവസാനം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തുള്ളൂ. അപ്പം ATS കിടക്കണം. അങ്ങനത്തെ ഒരു റെസ്യൂമേ ആയിരിക്കണം നമ്മുടെ. അപ്പോൾ ചിന്തിക്കുക, ഈ വല്ലാണ്ട് ഡിസൈൻസ് കൊടുക്കുന്ന റെസ്യൂമേ, ഇമേജായിട്ട് സേവ് ചെയ്യുന്ന റെസ്യൂമേ ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ സിസ്റ്റത്തിന് ഇമേജ് സെൻസ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മിക്ക സിസ്റ്റവും ഇമേജായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, റെസ്യൂമേ അത് എക്സ്ട്രാക്റ്റ് ചെയ്യില്ല. അപ്പോൾ ATS എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റെസ്യൂമയിൽ നിന്ന് നമ്മുടെ പേര്, വിവരം, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, നമ്മൾ ചെയ്ത പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് അതിനെടുക്കും. അതിനൊരു ഡേറ്റ ആയിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഈ HR പറഞ്ഞ ഡേറ്റ ഈ സിസ്റ്റത്തിലുണ്ടോ എന്ന് നോക്കും. ഇവർ മാറ്റി വെച്ച ഡേറ്റയിലുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയുടെ ഡേറ്റയിൽ ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, എടുത്ത് കാണിക്കും. അപ്പം HR ഇത്രേ പറയത്തുള്ളൂ, എനിക്കൊരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം, അയാൾക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടാവണം. അപ്പം ഇന്ന ക്വാളിറ്റീസ് മാച്ച് ആവുന്ന റെസ്യൂമേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതെടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെസ്യൂമേ ഡോക്യുമെൻ്റായിട്ടോ PDF ആയിട്ടോ മാത്രമേ സേവ് ചെയ്യാൻ പാടുള്ളൂ.
വല്ലാണ്ട് ഡിസൈൻസ് കൊണ്ടുവരരുത്. വല്ലാണ്ട് ഡിസൈൻ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ATS എന്തുമാത്രം ഇൻ്റലിജൻ്റ് ആണെന്ന്. ചിലപ്പോൾ സിമ്പിൾ സോഫ്റ്റ്വെയർ ആയിരിക്കും അത്. അങ്ങ് വല്ലാണ്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യില്ല, പല ഡേറ്റയും റെക്കഗ്നൈസ് ചെയ്യില്ല. അതുപോലെ ഇൻ്റർവ്യൂവിലിരിക്കുന്ന ആളെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും വളരെ ആലങ്കാരികമായിട്ട് പറയുമല്ലോ, അതൊക്കെ ചിലപ്പോൾ അബദ്ധം പറ്റും. കാരണം വെച്ചാൽ ATS ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സ്പീരിയൻസ് എന്നുള്ള വാക്കായിരിക്കും. ഇയാൾ എഴുതിയിട്ടുണ്ടാവുക എന്തായിരിക്കും, ദി വേ ഐ വാക്ക് ത്രൂ എന്നല്ലെങ്കിൽ ഞാൻ വന്ന വഴികൾ എന്നൊക്കെ ഉള്ള രീതിയിൽ കളറായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് സത്യത്തിൽ ATS എന്ത് ചെയ്യില്ല, പിടിക്കില്ല. ഇൻ്റലിജൻ്റ് ആണെങ്കിൽ പിടിക്കും, AI ഉള്ളതുണ്ട് ഇപ്പം. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ നമ്മളെപ്പോഴും ATSനൊരു പൊട്ടനായിട്ട് വിചാരിക്കണം. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ വേണം എഴുതാൻ. പ്ലസ് ഇത് നമ്മൾ ഇൻ്റർവ്യൂ ഡെസ്കിലെത്തുമ്പം കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പമാകുകയും ചെയ്യും. എന്നുവെച്ചാൽ അയാളും ഇരുന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഓക്കെ അത് നോക്കിയാൽ മതിയല്ലോ. ആരും CV ഫുള്ളും വായിക്കില്ല, 100 കണക്കിന് CV കാണുന്നതല്ലേ, അവർക്കത് നോക്കാം. ആദ്യത്തെ 2 മിനിറ്റിൽ ഞാൻ ഒരിടത്ത് കേട്ടിട്ടുണ്ട്, ആദ്യത്തെ 2 മിനിറ്റ് തീരുമാനിക്കും ഇങ്ങനെ വേണോ വേണ്ടേന്ന്. അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം സംസാരിക്കുമ്പോൾ. ആ ഇൻട്രൊഡക്ഷനും 20 സെക്കൻഡിനുള്ളിൽ തീർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ടേക്ക് വരാം. അപ്പോൾ ATSനെ സർപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് കടമ്പ. അങ്ങനത്തെ ഉള്ളൊരു റെസ്യൂമേ ആയിരിക്കണം. ഇനി മറ്റ് പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ നമ്മുടെ ജോബിന് വേണ്ട കാര്യങ്ങളാണ്. പ്രൊജക്റ്റ് വർക്ക്സ് നേരത്തെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു തെളിവാണ്. കൊളാബറേഷൻസ് ഉള്ളൊരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വാല്യൂഡാണ്. ഇപ്പം ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വേറെ തെളിവൊന്നുമില്ലല്ലോ. പക്ഷേ ഞാൻ ആമസോണുമായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നത് തെളിവുണ്ട്. കാരണം വെച്ചാൽ ആമസോൺ എനിക്ക് സർട്ടിഫൈഡ് ആയിട്ട് ആ പ്രൊജക്റ്റ് ചെയ്ത കാര്യത്തിൽ ആമസോൺ എനിക്ക് എൻഡോഴ്സ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ കൊളാബ്സ് ചെയ്യുക, പ്രൊജക്റ്റ് ഇഷ്ടം പോലെ ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടത്. മറ്റൊന്ന് അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ് CGP ഇല്ലെങ്കിലും കയറി പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ കയറി പറ്റും, അതാണല്ലോ നമ്മളിപ്പോൾ അൺകൺവെൻഷണൽ വേസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് CGPയെ കളയരുത്. CGPയും കൂടെ ഉണ്ടെങ്കിൽ അതൊരു വെയിറ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ നല്ല യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിക്കുക, നല്ല CGPയെ വാങ്ങിച്ചിറങ്ങുക, അതൊക്കെ നല്ല അടയാളങ്ങളാണ്. അപ്പോൾ CGP ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രമാത്രം ആ കാര്യങ്ങൾ അറിയാം. IBMൽ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് ട്രിക്കി ക്വസ്റ്റ്യൻ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഓർമ്മശക്തി പരീക്ഷിക്കാനായിരിക്കുന്നു, പക്ഷെ ഒരിക്കലും അല്ല. നമുക്ക് അറിയുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ്, അതിലൊക്കെ നമുക്ക് ബേസ് ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി അത് ഇൻ്റർവ്യൂവറിന് കുറേ കൂടെ ഐഡിയ കിട്ടും. ഞാൻ മനഃപൂർവ്വം 1-2 വിഷയം പറഞ്ഞില്ല, കാരണം വെച്ചാൽ ചങ്ങായിക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് വടി കൊടുക്കരുതല്ലോ. അപ്പോൾ അക്കാഡമിക്സിൽ ശ്രദ്ധിക്കേണ്ടത് CGPയെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്റ്റീവ്സ് എടുക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് കരിയർ കുറേ കൂടെ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ കോളേജസിൽ നിന്നും യൂണിവേഴ്സിറ്റീസിൽ നിന്നും നമുക്ക് എലക്റ്റീവ്സ് ഓപ്റ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 4 സബ്ജക്ട്സ് പഠിക്കാം, 5ാമതായിട്ട് ഈ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കാം. ആ എലക്റ്റീവ്സ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കരിയർ ഗൈഡ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എടുക്കുന്ന രീതിയിലല്ല, നമുക്ക് പറ്റിയ നേരത്തെ പ്ലാനിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പറ്റിയ എലക്റ്റീവ്സ് എടുക്കുക. ആ എലക്റ്റീവ്സ് നല്ലതായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം മൂക്ക് കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് ചെയ്യുക. നമുക്ക് വിദ്യാർത്ഥി ആയിരിക്കെ നമ്മളൊരു നല്ല ക്ലെവർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് പഠിത്തം മാത്രമേ നമ്മുടെ പണി കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഐഡിയ. ഇപ്പോൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ കോളേജസിൽ എങ്ങനെയായാലും ബേസിക്സ് മാത്രമേ പറയൂ. കാരണം വെച്ചാൽ കോളേജ് ഡിഗ്രീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആ പ്രായത്തിൽപ്പെട്ട എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളും നമ്മുടെ സഹപാഠികൾക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസാണ് നമുക്കുള്ളത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അധിക കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് മൂക്ക് കോഴ്സസ് ചെയ്യുക, സ്വയം, NPTEL, കാശ് കൊടുത്തിട്ടാണെങ്കിൽ യുഡെമി, കുറച്ചും കൂടെ കാശ് കൊടുക്കണമെങ്കിൽ കോഴ്സെറ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. എഡെക്സ്, സ്റ്റാൻഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസിലെ ലെക്ചേഴ്സാണ്. അതിൽ പഠിക്കാൻ ഫ്രീ ആണത്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ആരും വിശ്വസിക്കില്ലല്ലോ പഠിച്ചെന്ന്. അപ്പോൾ അത് അക്കാഡമിക്സിൽ ശ്രദ്ധിക്കാൻ കൂട്ടുക.
പ്ലസ് മൂക്ക് കോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രിയുമായിട്ട് നിങ്ങളിപ്പോൾ സ്വയത്തിൽ അല്ലെങ്കിൽ NPTEL ചെയ്തൊരു കോഴ്സിന് ബന്ധമുണ്ടെങ്കിൽ UGC പ്രകാരം നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പറയാത്ത വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കോളേജസിൽ തന്നെ പറ്റുന്ന വേറെ കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോളേജ് ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആകാം. സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടാവും. പകുതി ഈ കോളേജിൽ പഠിച്ചിട്ട് പകുതി വേറെ കോളേജിൽ പഠിക്കൽ, അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് റിസർച്ച് ചെയ്യൽ. റിസർച്ചിന് PG PhD എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേപ്പർ എഴുതാൻ പറ്റും. അത് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഒരു റിസർച്ച് അറിയുന്ന ഒരു സാർ ഉണ്ടെങ്കിൽ അയാളുടെ ഗൈഡൻസിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിൽ വിടും. ഞാൻ PG ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വാല്യൂ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യാണ്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടാണ്ടാവുന്നത്. പിന്നെ ഹാക്കർ റാങ്ക് അറിയാത്തവർക്ക്, അതായത് ഹാക്കർ റാങ്ക് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്കൊരു പ്രോബ്ലം തരികയാണ്, അത് നമ്മൾ കോഡ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാണ്. അതിനൊരു പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഹാക്കർ റാങ്ക്. മറ്റ് പ്ലാറ്റ്ഫോംസ് ലീഡ് കോഡ് ഷെഫ് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു കോഡിംഗ് മേഖലയിലോട്ടേക്ക് പോകുമ്പം ഒരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമർ ആവുക എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. എന്നുവെച്ചാൽ നിർബന്ധമല്ല, പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് പ്രോഗ്രാം ക്രാക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻ്റർവ്യൂവിലോട്ടേക്ക് എത്താൻ പറ്റും. കാരണം വെച്ചാൽ മിക്ക കമ്പനീസിലും ഇൻ്റർവ്യൂക്ക് മുമ്പ് കോഡിംഗ് ചാലഞ്ച് ഉണ്ട്, കോഡിംഗ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കോഡിംഗ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഹാക്കർ റാങ്ക്. ഈ ഹാക്കർ റാങ്കിൽ നമ്മുടെ സ്കോറിനനുസരിച്ച് ജോലി തരുന്ന കമ്പനീസും ഉണ്ട്. അതുപോലെ തന്നെ ഹാക്കത്തോൺസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അതിനൊക്കെ പറ്റിയൊരു പ്രാക്ടീസാണ് ഹാക്കർ റാങ്കിൽ കയറി എന്ത് ചെയ്യുക, കോഡ് പ്രാക്ടീസ് ചെയ്യുക. വളരെ ബേസിക് ഈസി ലെവലിൽ തൊട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലെവലിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാലഞ്ചസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് ഒരു ദിവസം 1, 2, 3 എങ്കിലും ചെയ്യുക. അങ്ങനെ ഒരു വർഷം പോയി കഴിഞ്ഞാൽ ആമസോണിലൊക്കെ കിട്ടും ജോലി. കാരണം ഇവരൊക്കെ അതേ നോക്കുന്നുള്ളൂ. മൂന്നാമത് റിസർച്ച് പബ്ലിക്കേഷൻസ്. അത് നേരത്തെ പറഞ്ഞു, പറ്റിക്കഴിഞ്ഞാൽ ഒരു റിസർച്ച് പബ്ലിഷ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ. എല്ലാതും കൂടെ എടുക്കാൻ പോയിട്ടുള്ളതും കൂടെ കളയുന്നൊരു അവസ്ഥയിലോട്ടേക്ക് എത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി കയറുക, എന്നിട്ട് അവിടെ നിന്ന് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. സോഫ്റ്റ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇൻ്റർവ്യൂ വിളിക്കുന്നത് നമ്മുടെ സ്വഭാവവും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻ്റർവ്യൂവിലോട്ട് എത്തുമ്പോൾ, അതായത് HR ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഇൻ്റർവ്യൂവിലോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിലപ്പോൾ കുറേ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇൻ്റർവ്യൂ ലെവൽ വരെ എത്തിയിട്ടുണ്ടാവുക. ചില കമ്പനീസിൽ ആദ്യമേ ഇൻ്റർവ്യൂ ലെവലായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവർ അസർട്ടൈൻ ചെയ്യുന്നത് നമ്മുടെ സ്വഭാവമാണ്. അപ്പം നല്ല രീതിയിൽ സംസാരം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പൊലൈറ്റായിട്ട് സംസാരിക്കുക, ഒരാളുടെ ഐഡിയ കേൾക്കുക. നമ്മുടെ ഐഡിയ മാത്രമല്ല എല്ലാതും എന്നുള്ള നിലയിലല്ല, അയാളുടെ ഐഡിയ കേൾക്കുക. അങ്ങനെയൊക്കെ ഉള്ള കഴിവാണ് സോഫ്റ്റ് സ്കിൽസ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് HR തരും. ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ പറയും. എന്നിട്ട് നിങ്ങളാണെങ്കിൽ അതിനെന്ത് നിലപാടെടുക്കും എന്നൊക്കെ ചോദിക്കും. IBM ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു കമ്പനിയിൽ ഫ്രഷറായ താങ്കൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇത്രയധികം വലിയ എൻജിനീയേഴ്സിനെ കാണുന്നില്ലേ? ഇപ്പോൾ IBM ചെല്ലുമ്പോൾ വലിയ എൻജിനീയേഴ്സ് കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പണിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കിത് കുറേ കൂടെ ഒരു ഓവർവെൽംഡ് ആയിട്ട് തോന്നില്ലേ? കുറേ കൂടെ വലുതായിട്ട് തോന്നില്ലേ? നിങ്ങളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് അവിടെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അഹങ്കാരം വരാൻ പാടില്ല. പറ്റും പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത്. അവരുള്ളത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം. ആരും ഇല്ലാത്തടത്താണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് IBM പോലത്തെ ഒരു കമ്പനിയിൽ നമ്മളൊരൊറ്റ എഞ്ചിനീയറെ ഉള്ളന്നിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവരുള്ളത് വലിയ കാര്യമാണ്. പ്ലസ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസ്. നമ്മളിതിനെ സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയും, നമ്മുടെ മനസ്സിൻ്റെ രീതി. അപ്പം ചീത്ത രീതിയിൽ സംഭാഷണം അല്ലെങ്കിൽ സംസാരമുള്ള ഒരാൾ അധികം നേരം നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഒരു പ്രോബ്ലം ഇപ്പോൾ ഒരു IT കമ്പനിയിൽ ഒരു 4 മണിക്കൂറത്തേക്ക് ഉണ്ടാവുക, ഒരു സെർവർ ഡൗൺ ആവുക അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാവുക എന്നിരിക്കട്ടെ.
ഈ സമയത്ത് ഈ ഇഷ്യൂ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കേ ഈ പ്രോസസ്സിൽ കൂടെ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ ചൂടാവും. അയാൾ മാനേജറാണെങ്കിൽ അയാൾ സബോർഡിനേറ്റ്സിനെ വഴക്ക് പറയും. അപ്പോൾ സബോർഡിനേറ്റ്സിന് എന്ത് വരും? പ്രഷർ വരും. അപ്പോൾ അനാവശ്യ പ്രഷർ കൊടുക്കാണ്ടില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിലിട്ട് പ്രഷർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ്. ഇതിൽ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഇല്ല. ടെക്നിക്കൽ സ്കിൽസിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വരും നമ്മൾ പഠിച്ചത്. അത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ അത് എളുപ്പവും. അതുപോലെ തന്നെ എൻ്റെ ഒരു സജഷനാണ് ഇവിടെ പറയുന്നത്, സ്ട്രോങ് ബേസ് ഉണ്ടാവുക. ആർക്കും ഒരു തോണ്ടല്ലോ അല്ലെ തെള്ളല്ലോ പൊട്ടിക്കാൻ പറ്റാത്ത സ്ട്രോങ് ബേസ് ഉണ്ടാവുക. എൻ്റെ സ്ട്രോങ് ബേസ് C++ലായിരുന്നു. അത് ഇന്നേ വരെ ആരും ഉപയോഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് ഉപയോഗത്തിലുണ്ടെന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ആരും C++ൽ വന്ന് എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യത്തിലായാലും സ്ട്രോങ് ബേസ് ഉണ്ടാവണം. അത് പറയാൻ പറ്റും. എനിക്കറിയാവുന്ന 100% പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവണം. അങ്ങനെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്റ്റാക്ക് പഠിക്കുക എന്നുള്ളതാണ്. സ്റ്റാക്ക് പഠിക്കുന്ന കാര്യത്തിലോട്ടേക്ക് വരുമ്പോഴാണ്, സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോട്ടേക്ക് പൊതുവേ എൻജിനീയേഴ്സ് മൊത്തത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാറില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലോട്ടേ കോൺട്രിബ്യൂഷൻ നടത്തത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് എൻഡ്, അതിൻ്റെ ഡിസൈനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾ എന്തായിരിക്കും? ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിരിക്കും. അതിൻ്റെ ഡേറ്റാബേസസ് കോഡ് ചെയ്യുന്ന അയാൾ ഒരു ഡേറ്റാബേസ് എഞ്ചിനീയർ ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് കണക്ട് ചെയ്യുന്ന ആളെങ്കിൽ അയാളൊരു സിസ്റ്റം ഡിസൈനർ ആയിരിക്കും. അതിൻ്റെ ബാക്ക് എൻഡ് കോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊരു ബാക്ക് എൻഡ് എഞ്ചിനീയർ ആയിരിക്കും. ഇതൊക്കെ കൂടി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസും ഒക്കെ ഒന്നിച്ച് കോഡ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ക് മൊത്തത്തിൽ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ അകം പുറവും മൊത്തത്തിൽ അയാളെ കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് എഫിഷ്യൻ്റ് ആവണമെന്നില്ല, പക്ഷെ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റാക്ക് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. നിർബന്ധമല്ല, നിങ്ങൾക്കത് കുറേ ഗുണം ചെയ്യും. സ്റ്റാക്ക് ഡെവലപ്പ് ഏതെങ്കിലും ഒരു സ്റ്റാക്ക്, ഇഷ്ടംപോലെ സ്റ്റാക്സ് ഉണ്ട്, ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് എളുപ്പമുള്ളത് നോക്കി പഠിച്ചാലും മതി. അത് നമുക്ക് സ്വന്തമായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. ഞാൻ IBMൽ കയറുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ഒരു എന്താ പറയുക പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ സെലക്റ്റഡ് ആവുന്നതാണ്. ആ സ്റ്റാക്ക് ഞാൻ പഠിച്ചത് +2 നിന്ന് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ +2 നിന്ന് ഇറങ്ങി 5 വർഷത്തിനുള്ളിലാണ് IBMൽ കയറുന്നത്. അപ്പോൾ +2 നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അന്നോട്ട് അത് ഇന്നും ആ കോഴ്സ് തീർന്നിട്ടില്ല കേട്ടോ. ഞാനത് ഒരു 63 മണിക്കൂറത്തെ ഒരു കോഴ്സ് അന്നത്തെ ഏതൊരു പ്രാന്തിന് എടുത്തതാണ്. പക്ഷെ അത് ഇന്നേ വരെ തീർന്നിട്ടില്ല. പക്ഷെ ആ സാധനം കോഡ് ചെയ്തിട്ടാണ് ഞാൻ IBMൽ ഇൻ്റർവ്യൂ വരെ ക്രാക്ക് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേമസ് സ്റ്റാക്ക്, ആരും ഉപയോഗിക്കാത്തൊരു സ്റ്റാക്കിൽ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഫേമസ് സ്റ്റാക്ക് ചെയ്യുക. അതുപോലെ തന്നെ DSA, എല്ലാവരുടെയും പേടി സ്വപ്നമായിരിക്കും, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അത് അറിഞ്ഞിരിക്കുക. എല്ലാം പ്രോഡക്റ്റ് കമ്പനീസിൽ, നമ്മൾ സർവീസ് കമ്പനീസിൽ കയറണോ പ്രൊഡക്റ്റ് കമ്പനീസിൽ കയറണോ? പ്രൊഡക്റ്റ് കമ്പനീസിലാണ് എയിം ചെയ്യേണ്ടത്. സർവീസ് കമ്പനീസിൽ നിന്നൊരു 10-15 വർഷം ജോലി ചെയ്ത് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസും ശമ്പളവും നിങ്ങൾക്ക് കയറുമ്പം തന്നെ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് കമ്പനീസിൽ കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് കമ്പനീസിൽ കയറിക്കഴിഞ്ഞാൽ എന്തായാലും കോഡിംഗ് ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് DSA അൽഗോരിതം വെച്ചിട്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും DSA വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ നേരിടണമെങ്കിൽ നിങ്ങൾ DSA എങ്ങനെയായാലും പഠിക്കണം. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ കാരണം ഞാൻ MCA മാത്രമേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് പഠിച്ചിട്ടുള്ളൂ. IBMൽ DSA ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ DSA നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെല്ലാതും പഠിക്കണമെന്നില്ല. മെയിനായിട്ടുള്ള ഫേമസ് DSA അൽഗോരിതംസ് ഉണ്ട്. ബൈനറി സെർച്ച്, ബബിൾ സോർട്ട്, ട്രീ അൽഗോരിതംസിൽ കുറേ ഉണ്ട്. അത് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് ഇത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനൊരു ഉദാഹരണമായിട്ടാണ്. മറ്റുള്ളവർക്ക് DSA എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ്. അതായത് നമ്മൾ ഒരു കോഡ് പല രീതിയിൽ ചെയ്യാം. ഒരു കോഡ് നമുക്കൊരു കാര്യം പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും എളുപ്പമായ രീതിയിൽ ചെയ്യുന്ന അൽഗോരിതം ഏതാണോ അതായിരിക്കും എഫിഷ്യൻറ്റ്. എങ്ങനെ കോഡ് ചെയ്യുമെന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് DSA. കാര്യങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് കമ്പനീസിലോട്ടൊക്കെ വരുമ്പോൾ ഇവർക്ക് വലിയ കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസസും പ്രൊഡക്ട്സൊക്കെ ആയിരിക്കും. അത് വളരെ എഫിഷ്യൻ്റായിട്ട് കോഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 100 പേര് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ DSA തീർക്കുക എന്നുള്ളതാണ് ഒരു കാര്യം.
റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ഇതൊരു ജനറൽ വ്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കിളിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. അതായത് പൊതുവേ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വരുന്ന കമ്പനിക്ക് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് കോഡിംഗ് ഒരു റൗണ്ട് ആയിരിക്കും, പിന്നെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ, HR ഇൻ്റർവ്യൂ, പിന്നെ ചിലപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കാണും. അതും നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു എഞ്ചിനീയറായിട്ട് സെലക്റ്റഡ് ആവും. ഈ കേസസിൽ കമ്പനീസിന് ഒരു പ്ലാറ്റ്ഫോമാണ് ഹാക്കത്തോൺ. ഇവിടെ പറയാൻ കാരണം ഹാക്കത്തോൺസ് വഴിയും ജോലിക്ക് കയറാം. ഞാൻ IBM പ്ലേസ്ഡ് ചെയ്ത് ഹാക്കത്തോൺ വഴിയാണ്. IBM ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹാക്കത്തോണിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പം ഇതിൻ്റെ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഹാക്കത്തോൺ നടക്കുക. ചിലപ്പോൾ 48 മണിക്കൂർ, ഒരു ദിവസം, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൂർ കൊണ്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ അവർ പറയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോഡ് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും, മറ്റ് കമ്പനീസിൽ നിന്നുള്ള സ്പോൺസേഴ്സ്. അവർ നമ്മളെ കണ്ട് ഇമ്പ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവരുടെ കമ്പനിയിലോട്ടേക്ക് ഇൻവിറ്റേഷൻ വരും. 2 ഹാക്കത്തോൺസ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് IBM ഗുഡ് ടെക് സ്കോളർ പ്രോഗ്രാം. അതെല്ലാം വർഷവും നടക്കാറില്ല, പക്ഷേ നടക്കാറുണ്ട്, ഞാൻ അതുവഴിയെ കയറിയത്. രണ്ടാമത്തെ കോഡഗൻ, അതെല്ലാം വർഷവും നടക്കും. ഇൻ്റർവ്യൂ ബിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കോഡഗൻ സ്പോൺസർ ചെയ്യുന്നത്. ട്രിലോജി ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് കോഡഗൻ നടത്തുന്നത്. കോഡഗനിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് 1.5 ലക്ഷം രൂപേൻ്റെ ക്യാഷ് പ്രൈസും പിന്നെ ഇൻ്റർവ്യൂ ബിറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇൻ്റർവ്യൂ ബിറ്റിൻ്റെ അല്ല, ട്രിലോജി ഇന്നോവേഷൻസിൻ്റെ. ട്രിലോജി ഇന്നോവേഷൻസിൽ കയറി കഴിഞ്ഞാൽ 36.5 ലക്ഷം പെർ ആനമാണ് സാലറി, ഒരു ഫ്രഷറിൻ്റെ സാലറിയാണ്. അത് 6 മണിക്കൂറത്തെ ഓൺലൈൻ കോഡിംഗ് ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്കാം. റാപ്പപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഗോൾഡൻ റൂൾസാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഡെയിലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇന്നത്തെ നമ്മൾ ഇന്നലത്തേൻ്റെ കാട്ടിയും കുറേ കൂടെ ഇമ്പ്രൂവ്ഡ് ആയിരിക്കണം. രണ്ടാമത്തത്, ഓപ്പർച്യൂണിറ്റീസ് വേസ്റ്റ് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റീസ് ഇനി വരാൻ പോകുന്നില്ല. നമ്മൾ പേടിച്ച് നിൽക്കരുത്. ഓപ്പർച്യൂണിറ്റീസ് പോയി കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. വെച്ചാൽ ഫെയിലായി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അത് ഫെയിലായിട്ടില്ലെങ്കിൽ നമുക്കതൊരു ടേൺ ആണ് ലൈഫിൽ. അപ്പോൾ ഇതോടെ പറഞ്ഞ് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉള്ളവർക്ക് പറയാം. താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് റാഫി, MCA ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ TCS വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ സാർ നേരത്തെ സൂചിപ്പിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു സ്കോപ്പിനെ പറ്റിയിട്ട്. ഇപ്പം AI ഒരുപാട് സൗകര്യങ്ങൾ, ഇപ്പോൾ ChatGPT പോലത്തെ സൗകര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പം പിന്നെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ പറ്റും എന്ന് തോന്നുന്നു, റൈറ്റ് എ കോഡ് ഫോർ സംതിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫങ്ഷണാലിറ്റിക്കുള്ള കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ ഒന്നും കൂടെ ഇത് വ്യാപിച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ നമ്മളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ആ സ്കോപ്പിനെ അത് ബാധിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് അതിജീവിക്കാൻ നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടി വരിക, അതിന് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കരുതേണ്ടതുണ്ടാവുമോ എന്നുള്ളതൊന്ന്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്നിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് ആൻസർ പറയാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, എൻ്റെ പേര് ജുറേജ്. ഇവിടെ തുടക്കത്തിൽ IT മേഖലകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറേ വിഭാഗങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചാൽ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊരു ഷോർട്ട്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച് ഉദ്ദേശിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാക്ക് ഡെവലപ്പറാണ്. അപ്പോൾ അയാൾക്കിപ്പം AML ഡാറ്റ അങ്ങനത്തെ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇയാൾ ഈ മെയിൻ സ്റ്റാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു UI UX ഡിസൈനറാണ്, അപ്പോൾ അതിൽ നിന്ന് പറ്റ മാറി നിന്നിട്ട് പഠിക്കാൻ തുടങ്ങണോ? അല്ലെങ്കിൽ മറ്റേത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ റിട്ടേൺ ബാക്ക് നമ്മൾ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുപോവുകയാണ്.
UI/UX ഡിസൈനർ പഠിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ചിതിലേക്ക് നമ്മൾ നിർബന്ധിച്ച് സാഹചര്യം എത്തിക്കുന്നു. അപ്പോൾ നമ്മളിത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് നടത്തുമ്പോൾ നമുക്ക് പിന്നെ വരുമാന മാർഗ്ഗങ്ങളില്ല. അപ്പോൾ ഇതിന് ഒരു പരിഹാരം നിർബന്ധമായി ആവശ്യമാണ്. ചോദ്യങ്ങളുണ്ടോ? ഇതൊരു ആശങ്കയാണ്, കുറച്ചായി വെയിറ്റ് ചെയ്യണം. ഞാൻ സാറ് പറഞ്ഞ പോലെ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇങ്ങനെ പെട്ട് വന്നതാണ്, ഒരു കരിയറായി മാറി. അപ്പോൾ ഞാൻ BC കഴിഞ്ഞ് ഇപ്പോൾ MCA ചെയ്യാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ IGNTU ഫസ്റ്റ് സെമ്മാണ്. അപ്പോൾ നിലവിൽ ഒരു ബേസും ഇല്ല, അല്ലെങ്കിൽ കോഡിങ്ങിലോ എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഫ്രണ്ട് ഡെവലപ്പർ, ബാക്ക് ഡെവലപ്പർ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കൂടുതൽ സോഫ്റ്റ്വെയറാണ് BCAയിലൊക്കെ കണ്ടിട്ടുള്ളത് പഠിപ്പിക്കുന്നത്. പലരും CC തന്നെ നെറ്റ്വർക്കിൻ്റെ ഫീൽഡിലേക്ക് പോവുകയാണ്. പക്ഷേ അതൊക്കെ പോസിറ്റീവായി തോന്നുന്നില്ല. എനിക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇൻ കേസ് പറയുകയാണെങ്കിൽ തുറന്നു പറയുന്നത് ലാപ്പിൽ പോലും എനിക്ക് വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് 2-3 മാസമൊക്കെ ഒരു ലീവ് ഉണ്ട്. അപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എവിടെയെങ്കിലും അസാപ്പിൽ ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്? കുറച്ചധികം ക്വസ്റ്റ്യൻസായി, ഇതിൽ എളുപ്പമുള്ളതിനും തുടങ്ങാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാക്ക് പഠിക്കുക, എന്നിട്ട് ഹാക്കർ റാങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. ഈസി ലെവലിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ കോഡിങ് ലോജിക്ക് കിട്ടി തുടങ്ങും. അതുവഴി നിങ്ങൾക്ക് DSA അവസാനം മനസ്സിലാവും. കുറേ അങ്ങ് പഠിക്കുമ്പോൾ നിങ്ങൾ തനിയെ DSA നോക്കി മനസ്സിലാക്കാൻ തുടങ്ങും. DSA മാത്രം മതി നല്ലൊരു കമ്പനിയിൽ കയറാൻ. ഇനി സ്റ്റാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ട്സ് കാണിക്കാൻ പറ്റും. ഒരു 3 മാസത്തെ കോഴ്സിന് പുറത്ത് പോകുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ സിലബസ്ഡ് കോഴ്സ് എപ്പോഴും ജനറിക് ആയിരിക്കും. നമുക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ പെട്ടെന്ന് പഠിച്ച് കഴിയാൻ പാടായിരിക്കും. അപ്പോൾ അതിലും വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു 2 മണിക്കൂർ പഠിക്കാനേ പറ്റൂ. വീട്ടിലാണെങ്കിൽ 24 മണിക്കൂറും പഠിക്കാം. അപ്പം അതിലും വില കുറവും കൂടിയാണ്, നിങ്ങൾക്കത് നോക്കാം. പ്ലസ് ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെ ആയിരിക്കും മിക്കപ്പോഴും, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതും ഒരു സ്കില്ലാണ്. ഇത്ര വെച്ച് തന്നെ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനിയിൽ എന്താണോ വേണ്ടത് അത് നോക്കി പഠിക്കുക. പിന്നെ മാറി മാറി കളിക്കരുത്, മനസ്സിലായേ? ഇത് നിങ്ങളുടെ MCAക്ക് മുമ്പായിട്ട് തന്നെ തീർക്കണം. എന്നിട്ട് MCA ഫൈനൽ ഇയറിൽ വെച്ച് തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലും പേര് കൊടുക്കുക. അത് സെലക്ട് ചെയ്യേണ്ട, അവസാനം സെലക്റ്റീവ് ആയാൽ മതി. പിന്നെ നിങ്ങളുടെ കേസ് UI അതായത് ഒരു സ്റ്റാക്ക് പഠിച്ചിട്ട് നമുക്ക് വേറെ ഒന്നിലോട്ടേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ പിന്നെ ഇറങ്ങും. ഇപ്പോൾ നമ്മളൊരു കോഡിങ് ലാംഗ്വേജ് പഠിച്ചു, കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒബ്സൊലീറ്റ് ആവും, പിന്നെ ആ സിൻടാക്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉപേക്ഷിക്കാം, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫീൽഡ് എൻറ്റയറായിട്ട് മാറാം, പക്ഷേ അതിന് റെലവൻറ്റ് എക്സ്പീരിയൻസ് വേണം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇപ്പോൾ മേൺ സ്റ്റാക്ക് പഠിച്ചു കഴിഞ്ഞാൽ മറക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിലെന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ IBM ക്രാക്ക് ചെയ്തത് മേൺ സ്റ്റാക്കിൽ വെച്ചിട്ടാണ്. പക്ഷേ മേൺ സ്റ്റാക്ക് ഇന്നേവരെ എനിക്ക് എവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ C++ പോലെ തന്നെ. അത് ഞാൻ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കയ്യിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യുഡമിയിലൊക്കെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തിടാം. ആ കോഴ്സ് ഓൺലൈൻ കോഴ്സസ് ഗ്രാജുവലി എല്ലാം വർഷവും അവർ തനിയെ അതിൻ്റെ ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 10 വർഷം മുമ്പത്തെ ഒരു മേൺ സ്റ്റാക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ക്ലാസ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. 10 വർഷത്തിന് മുമ്പത്തെ ലെക്ചർ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് എപ്പോഴും ഒരു ഗുണം ചെയ്യും. കംപ്ലീറ്റ് ഷിഫ്റ്റ് ഞാൻ പറയില്ല ഈ ഒരു കേസിൽ. അതിൽ താല്പര്യമില്ലെങ്കിൽ എന്നാൽ പേടിക്കണ്ട, നമുക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ വെക്കേണ്ട കാര്യമില്ല. താല്പര്യമില്ലെങ്കിൽ പാടല്ലേ അത് അത്രയും ഓർത്ത് വെക്കാൻ. അടുത്തതിലോട്ടൊക്കെ പോവുക, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോവുക. കയറുന്നിടത്ത് നല്ല ബേസ് ഉണ്ടാക്കുക. AI ആയാലും കാര്യങ്ങളിലൊക്കെ ആയാലും വളരെ ബേസ് ഉണ്ടാകുക. ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ തെറ്റാണ്. അയാൾ എന്തായാലും നമുക്കറിയില്ല അയാൾ ആ കമ്പനിയിൽ ആരാണെന്ന്. അയാൾ ചിലപ്പോൾ AI പോലും ആയിരിക്കില്ല. TCSൽ ചോദിച്ച ചങ്ങായി അയാൾ AI അല്ലായിരുന്നു, പക്ഷെ എന്നോട് ഫുള്ള് AI ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അപ്പം നമുക്കറിയുന്നതിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ ചോദിച്ചെന്തായിരുന്നു? അതിലോട്ടേക്ക് വരാം. അതിനു മുമ്പ് AI നമുക്കൊരു ബുദ്ധിമുട്ടാകുക എന്നുള്ളത്. AI ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളാണല്ലോ. AI എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധിയാണ്.
അതിൽ ഒരിക്കലും നമ്മളെ ടാക്കിൾ ചെയ്യില്ല AI. നമ്മളങ്ങനെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ന്യൂറോൺസ് വെച്ചിട്ടാണ്. ന്യൂറോൺസ് വഴി ആവേഗങ്ങൾ പുറപ്പെടുമ്പോൾ നമുക്ക് ചിന്താശേഷികൾ ഉണ്ടാകുന്നു, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെ നമ്മൾ അറിയുന്നു, പഠിക്കുന്നു, ചെയ്യുന്നു. അങ്ങനെയാണ് AI-യും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ്. അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നെറ്റ്വർക്ക്സ്, ANN വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് പാസ്സാവും. ആ ഇൻപുട്ട് പല പോസിബിലിറ്റീസ് വെച്ചിട്ട് മറികടന്ന് അവസാനം ഒരു ഔട്ട്പുട്ട് തരും. ഈ ഔട്ട്പുട്ട് തരുമ്പോൾ നമ്മൾ അതിനൊരു ഡേറ്റ വെച്ച് ഫീഡ് ചെയ്യും. അത് ശരിയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്, ഇല്ലെങ്കിൽ തെറ്റാണ്. തെറ്റാണെങ്കിൽ ഇപ്പോൾ കാണിച്ച ആ സീക്വൻസ് ഉണ്ടല്ലോ, അതിനി അത് ആവർത്തിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ ട്രെയിനിങ് എന്ന് പറയും. അത് ലക്ഷക്കണക്കിന് ഡേറ്റ വെച്ചിട്ടായിരിക്കും ഈ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അവസാനം നമുക്കതിൻ്റെ ട്രെയിൻ ചെയ്യുന്ന പീരീഡിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് അറിയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AI ക്യാമറാസ് ഇല്ലേ, നമ്മൾ ഈ ക്യാമറനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല വിഷ്വൽസ് ഫീഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിന് കമ്പയർ ചെയ്യാനൊരു പടം ഉണ്ടാവും. ഒരാൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് വരുന്ന ഒരു വീഡിയോ അതിന് കാണും. അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് പഠിച്ചത് വെച്ച് അത് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇതുവരെ കാണാത്തൊരു പടത്തിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ് ആ ഹെൽമെറ്റ് ഇല്ലെന്ന്. അത് ശരിയാണോ തെറ്റാണോ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പ് വരുത്തും. ഇതിനെ നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. ഇത് കുട്ടികളിൽ നമ്മൾ ചെയ്യാറുണ്ട്. തെറ്റ് കാണിച്ചാൽ അടിക്കും, നല്ലത് കാണിച്ചു കഴിഞ്ഞാൽ അഭിനന്ദിക്കും. അപ്പം കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അവർ പിന്നെ അത് ചെയ്യാൻ നോക്കും. അടി കൊള്ളുമ്പോൾ അവർ വിചാരിക്കുക അത് ചെയ്ത് തെറ്റാണെന്ന്. അപ്പം ഇതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്നാണ് AI-യിൽ പറയുക. ഇതാണ് നമ്മൾ അവിടെ നോക്കുക. അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മളെ ഓവർടേക്ക് ചെയ്യില്ല. ഇനി ഇത്രയും ഡേറ്റ കൊടുക്കുന്ന സമയത്ത് ബയാസ് ഉണ്ടെങ്കിൽ, അതായത് തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എടുത്ത് മനുഷ്യരുടെ പ്രകൃതം നമ്മൾ AI-നെ പഠിപ്പിക്കുക. അവിടെ മനുഷ്യരെല്ലാവരും കളവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് AI മനുഷ്യൻ്റെ പ്രകൃതമായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇതിനെ ബയാസ് എന്ന് പറയും. അപ്പോൾ ഈ ബയാസ് എന്ത് ചെയ്യും, അത് ചിലപ്പോൾ മാറ്റർ ചെയ്യും. പക്ഷേ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അതിൻ്റെ ഔട്ട്പുട്ട് നിരീക്ഷിച്ചിട്ടായിരിക്കും പുറത്ത് വിടുന്നത്. ഇപ്പോൾ AI ക്യാമറാസ് ഒന്നല്ലോ, വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തിട്ട് ഫൈൻ അവരല്ലല്ലോ തരുന്നത്. അത് ആ സീനിയർ ഓഫീസേഴ്സ് അപ്രൂവ് ചെയ്തിട്ടാണല്ലോ ഫൈൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ കാട്ടിയും AI ഔട്ട് സ്മാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ അതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം AI ഫുള്ളി ഫ്ലെജ്ഡ് ആയി കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സിലബസ് ഒക്കെ മാറും. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയ കാണും അതിനെക്കുറിച്ച്. അപ്പോൾ അത് പേടിക്കണ്ട. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക, കുറേ കൂടെ സ്പെസിഫിക് ആയി. ഓക്കെ, അപ്പം ആൾ കുറച്ച് പൊസിഷൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയറിൻ്റെ ഏതെങ്കിലും പാർട്ട് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താണ്, എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അയാൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പ്രോസസ്സ് ഉണ്ട്, അജൈൽ, വാട്ടർ ഫ്ലോ എന്നൊക്കെ പറഞ്ഞ കുറേ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് പ്രകാരമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്. എല്ലാ IT കമ്പനീസും അങ്ങനെയാണ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഒരാൾ പറഞ്ഞാൽ മേൺ സ്റ്റാക്ക് ഡെവലപ്പറാണ് എന്നുവെച്ചാൽ നമ്മളങ്ങ് ഡെവലപ്പ് ചെയ്യൽ തന്നെ. പ്രത്യേകം നമ്മളൊരു ബാക്ക് എൻഡിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയോ അവസാന സാധനമായി. അപ്പം അത് അങ്ങനെ. ഡെവോപ്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിന് 2 പാർട്ടുണ്ട്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജും പിന്നെ അതിൻ്റെ ഫങ്ഷണൽ സ്റ്റേജും. അപ്പോൾ ഈ ഫങ്ഷണൽ സ്റ്റേജ് പ്രൊഡക്ഷൻ എൻവയൺമെൻറ്റിൽ റൺ ചെയ്യുന്നുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു സെർവറിലെങ്ങാനും ലൈവായിട്ട് പോയെന്നുണ്ടാവും. ഇതിനെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ ആക്ച്വൽ യൂസേഴ്സിനെ ബാധിക്കും. അപ്പം ഈ ഡെവലപ്പർ സൈഡിൽ ഈ പ്രോഗ്രാമിൻ്റെ എന്താ പറയുക ഓപ്പറേഷൻസും ഡെവലപ്മെൻറ്റും ഹാൻഡിൽ ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് ഡെവോപ്സ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ SRE എന്ന് പറയുന്ന സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടൈം സൈറ്റ് ഏത് നിമിഷവും സ്കെയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിൽ വിൻ്റർ സെയിൽ ഉണ്ടായിരുന്നിരിക്കട്ടെ, സാധാരണ 1 ലക്ഷം കസ്റ്റമേഴ്സ് പെർ ഡേ കയറുന്ന സമയത്ത് ഇപ്രാവശ്യം 10 ലക്ഷം കസ്റ്റമേഴ്സ് കയറുന്നു. അപ്പോൾ 1 ലക്ഷം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് സെർവറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 ലക്ഷം കസ്റ്റമേഴ്സിനെയും റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവർ സ്കെയിൽ ചെയ്യും. സെർവർ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ആപ്പ് ക്രാഷ് ആകാൻ പാടില്ല. ലൈവായിട്ട് റൺ ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റിൽ തൊട്ടാണ് നമ്മൾ കളിക്കുന്നത്.
അപ്പോൾ ആ എഞ്ചിനീയേഴ്സ് ആയിരിക്കും എന്താ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയേഴ്സ്. അതൊരു എക്സാമ്പിളാണ്. വേണമെങ്കിൽ വേറെ സെർവേഴ്സിൽ അപ്ഗ്രഡേഷൻസ് പോസ്റ്റ് ചെയ്യുക അതൊക്കെ. അപ്പം ആപ്പ് ഡെവലപ്പേഴ്സ് അറിയാലോ. ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത് കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അത് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന, ഇന്നത്തെ കാലത്ത് ഡേറ്റയാണല്ലോ എല്ലാം. ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന എഞ്ചിനീയേഴ്സാണ് ഡേറ്റ എഞ്ചിനീയേഴ്സ്. അതിൽ ഡേറ്റ സയൻസ് ഉണ്ട്, ബിസിനസ് ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെ പല പേരിലത് അറിയപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. വേറെ എന്തെങ്കിലും നിർത്തല്ലേ? അപ്പം അപ്പോൾ നമുക്ക് സെഷൻ നിർത്താം. ഇതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി, ലിങ്ക്ഡിനും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് അത് റെസ്പോണ്ട് ചെയ്താൽ. ശരി എന്നാൽ, താങ്ക്സ്.